പിതാവിനും പുത്രനും പരിശുദ്ധർഹായിക്കും സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. ഗോഗ് മഗോഗ് വാർ എന്ന ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായി ചേർത്ത് നമ്മുടെ സീരീസ് ഓഫ് സ്റ്റഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ എടുക്കാം. ഈ പഠനത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു ഭാഗം കൂടെ, ഒരു മൂന്നാമത്തെ ഭാഗം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് ഒരു 2-3 മിനിറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. എസെക്കിയേൽ 38-39 ഈ 2 അധ്യായങ്ങളിൽ ഭാവി ലോകത്ത് ഒരു വലിയ 3-ാം ലോക മഹായുദ്ധം സംഭവിക്കുമെന്നും ആ ലോക മഹായുദ്ധം സംഭവിക്കുന്നതിന് മുൻപ് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്നും ഇസ്രായേലിന്റെ നേരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സൈനിക നീക്കം ഉണ്ടാകുമെന്നും ഇങ്ങനെയുള്ള ഒരു പഠനമുണ്ട്. എസെക്കിയേൽ 38-39 2 അധ്യായങ്ങളുടെ ബേസിലാണ് ഈ വാറ് അവർ പ്രസംഗിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലോട്ട് നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നു. കാരണം ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് ആളുകൾ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം ഓൾറെഡി എല്ലാം തീരാൻ പോകും. എന്നാൽ നമ്മൾ വിശുദ്ധ ബൈബിളിനെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിളിനെ ഇന്റർനെറ്റ് വെച്ചോ ആനുകാലിക സംഭവങ്ങൾ വെച്ചോ ഇന്നത്തെ മോഡേൺ ലോകത്തെ സാമ്പത്തിക സാഹചര്യങ്ങളെ വെച്ചോ അല്ല വിശുദ്ധ ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കും. വിശുദ്ധ ബൈബിളിൻ്റെതായ ഒരു പേർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മറ്റ് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതി ഭവിഷ്യവാദി ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ, അല്ലെങ്കിൽ ഭാവിയിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. എന്നാൽ എസെക്കിയേൽ 38-39 എന്താണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കൃത്യമായിട്ടത് പഠിക്കുകയായിരുന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 38-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഇവിടെ റോഷ്, മേശക്, തൂബാൽ എന്നിവരുടെ പ്രഭുവായ മാഗോഗ് ദേശത്ത് താമസിക്കുന്ന ഗോഗ് എന്ന ആ ഗോഗിന് നേരെ മുഖം തിരിച്ച് പ്രവചിക്കാൻ പറയും. 2-ാം വാക്യം, കർത്താവായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ രോഷ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കാണാൻ പറ്റും. റോഷ് എന്ന് പറയുക. ഇവിടെ പ്രഭുവായ ഗോഗേ, അതായത് റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറയും. നമ്മൾ അതിലേക്ക് ഇന്നേ കടന്നു വരാം. ഈ ഗോഗ് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൃത്യമായി ബേസിക് പഠിപ്പിച്ചു. ഗോഗ് എന്ന് പറയുന്നത് ബൈബിളിലെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം മുതൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ റഫീദീമിൽ വെച്ച് നമുക്കറിയാം അമാല്യക്കര് അവരെ എതിരിടുന്നു. അമാല്യക്കരെ അശേഷം മുടിപ്പിച്ചു കളയണമെന്നും തലമുറയായി ഇവരോട് യുദ്ധമുണ്ടാകുമെന്നും ദൈവം ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. ഈ അമാല്യക്കിന്റെ അവനെ നശിപ്പിക്കാനാണ് ശൗൽ എന്ന് പറയുന്ന രാജാവിനെ ദൈവം നിയോഗിച്ചത്. ശൗലിന് ദൈവം കൊടുത്ത മിഷനായിരുന്നു അമാല്യക്കരിലെ സകലരെയും, പുരുഷനെയും സ്ത്രീയെയും മക്കളെയും കുഞ്ഞു കുട്ടികളെയും മൃഗങ്ങളെയും എല്ലാം അശേഷം നിർമൂലമാക്കുവാൻ ശൗലിനോട് പറഞ്ഞു. പക്ഷെ ശൗല് അവിടെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല. അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ശേഷിപ്പിച്ചു. അവരുടെ കൊള്ള മുതല് പങ്കിട്ടെടുത്തു. യഹോവയ്ക്ക് ആരാധനയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് താനെ അത് കൊണ്ടുവന്നു. ഇതൊക്കെ നമുക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ കാണും. ഈ ഒരൊറ്റ കർമ്മത്തിന്റെ പേരിൽ ദൈവം ശൗലിനെ തസ്ഥാനത്തുനിന്ന് നീക്കിക്കളയുന്നതായിട്ട് കാണാൻ പറ്റും.
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. ഈ അമാല്യക്ക് ആ ട്രൈബിനകത്തെ ആഗാഗ് എന്ന് പറയുന്ന രാജാവിനെയാണ് നമ്മൾ ശൗലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം പറഞ്ഞു. ഈ ആഗാഗ് നമ്മള് എസ്തേറിന്റെ പുസ്തകത്തിൽ ആഗാഗ്യനായ ഹാമാനെ കാണാൻ കഴിയും. ആഗാഗ്യനായ ഹാമാൻ. അപ്പം ആഗാഗ് എന്ന് പറയുന്നത്, ഹാമാൻ എന്ന് പറയുന്ന ആള് ആഗാഗ്യനാണ് എന്ന് പറയുന്ന വാക്യം എസ്തേറിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ. ആഗാഗ്യനായ ഹാമാൻ. ഈ ആഗാഗ് ആരാണ് എന്ന് നമ്മൾ ഏൻഷ്യന്റ് സ്ക്രിപ്റ്റുകളിൽ, അതായത് LXS പോലെയുള്ള സ്ക്രിപ്റ്റുകളിൽ നോക്കുമ്പോൾ അത് ഗോഗൈറ്റ് എന്ന് പറയും. ഗോഗിനെ ആഗാഗ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഗോഗും ആഗോഗും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി LXSൽ, അതായത് സെപ്റ്റുവജന്റില് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആഗാഗൈറ്റ് എന്ന് പറയുന്നത് ഗോഗാണ്. അപ്പൊ ഗോഗ് ആഗാഗൈറ്റും ഒന്നാണ്. അപ്പൊ ഹാമാൻ എന്ന് പറയുന്നവൻ ആഗാഗ്യനാണ്. ആ ആഗാഗ് എന്ന് പറയുന്നത് ഗോഗാണ്. ആ ആഗാഗൈറ്റ് അമാല്യക്കനാണ്. അമാല്യക്ക് മാഗോഗ് എന്ന പുത്രനെ വന്ന ആളാണ്. അപ്പൊ മാഗോഗിന്റെ പുത്രനാണ് അമാല്യക്ക്. അവിടെ നിന്നാണ് ആഗാഗൈറ്റ്, ഗോഗൈറ്റ്, അവസാന ഹാമാനെ നമ്മൾ കാണും. ഈ മാഗോഗ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇഫ്താഗിന്റെ പുത്രന്മാരായിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ 38-39 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാ പേരുകൾ ഏകദേശം എല്ലാം തന്നെ പേർഷ്യ എന്ന ഒരു വാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ നാമങ്ങളും രാജ്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ ഗോഗ് എന്ന് പറയുന്നത് റഷ്യയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് റഷ്യയാണ്, റോഷ് എന്ന് പറയുന്ന റഷ്യയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആ റോഷ് എന്നൊറ്റ വാക്കിൽ നിന്നാണ് ഇത് റഷ്യയാണെന്ന് ബഹുഭൂരിപക്ഷം, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ ലോകത്ത്, ബഹുഭൂരിപക്ഷം ആളുകൾ 95% ക്രൈസ്തവരും റഷ്യയാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഹാമാൻ എന്ന് പറയുന്ന ആളാണ് ഗോഗൈറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടു നിർത്തി. കാരണം ഈ ആളെ കുറിച്ച് അത് എസെക്കിയേലിന്റെ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ നിമിത്തം മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ. റഷ്യയെ കുറിച്ചോ വേറെ ഈ കാണുന്ന ലോകത്തിന്റെ മോഡേൺ രാജ്യങ്ങളെ കുറിച്ചോ ഒരിടത്തു പോലും വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ സംസാരിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ, ഗോഗിനെ കുറിച്ച് പറയുന്നുണ്ട്, നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ നിമിത്തം അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ. ഇത് ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് മോഡേൺ വേൾഡിലെ റഷ്യ അല്ലെന്ന്. കാരണം അനേക പ്രവാചകന്മാരിലൂടെ ദൈവം അമാല്യക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് മോശ സംസാരിച്ചു, ബിലയാം സംസാരിച്ചു, ശമൂവേല്, ദബോറ, ഗിദയോന്, ഇഫ്താഗ്, ദാവീദ്, ആസഫ്, ഇത്രയും പഴയ നിയമ പ്രവാചകന്മാർ, ദൈവമനുഷ്യർ, ദൈവദാസന്മാർ അമാല്യക്കിന്റെ അന്ത്യത്തെക്കുറിച്ചും വളരെ കൃത്യമായ നിലയിൽ പ്രവചിച്ചിട്ടുണ്ട്. അതാണ് കർത്താവ് യഹോവയായ ദൈവം ഈ ഗോഗിനോട് പറയുന്നു, നിന്നെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലയോ, നിന്നെക്കുറിച്ച് അനേക പ്രവാചകന്മാർ പ്രവചിച്ചിട്ടില്ലയോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്തിനാണിത് നിങ്ങളോട് സംസാരിക്കുന്നത് ചോദിച്ചാൽ, എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രവചന വിഷയങ്ങളൊന്നും എടുത്ത് സംസാരിക്കാൻ താല്പര്യമുള്ള ആളല്ല. പക്ഷെ ദൈവരാജ്യം സംബന്ധിച്ചും നമ്മൾ നിൽക്കുന്ന വിശുദ്ധ വചനത്തിന്റെ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ ഉറപ്പിക്കാൻ ഇതുപോലെയുള്ള ചില അധ്യായങ്ങൾ, ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ഈ പഠനമുള്ളത്. അതുകൊണ്ട് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അയ്യോ ഇത് അതാണോ എന്ന് നിങ്ങൾ ഒരു കാലത്തും ഭയന്നു പോകാതിരിക്കാൻ, തെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭയങ്കര ദൗത്യമുണ്ട് ലോകത്ത്. അത് പൂർത്തിയാക്കേണ്ടതിന് നിശ്ചയമായിട്ടും ഈ ട്രൂത്തുകൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക തന്നെ വേണം. അപ്പൊ ഇന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഈ ഗോഗ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിർത്തിയത്, ഗോഗ് എന്ന് പറയുന്നത് ഹാമാനാണ്.
എസ്തേറിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തില് ഞാൻ പറഞ്ഞില്ല, ഈ ട്രൂത്തുകൾ ലോകം മുഴുവൻ കിട്ടത്തില്ല. നിൽക്കുന്ന ഒരു പക്ഷേ അർമഗദോൻ യുദ്ധം അല്ലെങ്കിൽ ഗോഗ് മഗോഗ് യുദ്ധം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ 100 പുസ്തകമുണ്ട്, മില്യൺസ് ഓഫ് കോപ്പികൾ വിറ്റ പുസ്തകങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന വളരെ ചുരുക്കമായ ആളുകൾ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണ് ഈ സത്യത്തെ മനസ്സിലാക്കാനായിട്ട് ആളുകൾ വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഈ സത്യം കാലിൽ ചെരുപ്പിടുമ്പോഴേക്കും അസത്യം ഒരു ഭൂമിയെ 3 പ്രാവശ്യം ചുറ്റിട്ട് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് സംഭവിച്ചത്. 150 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ സഭയ്ക്കകത്ത് വന്ന ഡിസ്പെൻസേഷണലിസം എന്ന മാരകമായ ഒരു ഒരു കള ക്രൈസ്തവ ലോകത്തിന് സംഭാവന നൽകിയത് ഒരു പ്രയോജനമില്ലാത്തൊരു ജനറേഷനാണ് ലോകത്തുണ്ടായത്. മറ്റ് സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത, ലോകത്തിന് ഒരു പ്രയോജനമില്ലാത്ത, ഭൂമിക്ക് ഉപ്പായും ലോകത്തിന് വെളിച്ചമായും ഇരിക്കേണ്ട ഒരു തലമുറ കാലയിൽ ചെരുപ്പിട്ടുകൊണ്ട് ചിറക് വെച്ച് ഞങ്ങൾ പറന്നു പോകാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഡാർബി എന്ന് പറയുന്ന ആളിന്റെ ഒരു വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള തെറ്റായ പഠനം. അത് മാറിയാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വം ഇവിടെയുള്ളൂ. നമ്മൾ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ തൊട്ട് മുമ്പിൽ എപ്പോ വേണമെങ്കിലും അന്തിക്രിസ്തു വരും എന്നുള്ള ചിന്തയിരിക്കുമ്പോൾ, സോ വൈ ഷുഡ് വി ബിൽഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്? എവിടെയാണ് നമുക്ക് ദൈവരാജ്യം പണിയാൻ പറ്റും? സോ അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന സത്യങ്ങൾ അപ്രിസിയേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് വിഷയമല്ല, അംഗീകരിക്കുന്നുമില്ല വിഷയമല്ല, പക്ഷെ ഷുഡ് ബി പ്രസന്റഡ്. ദൈവകൃപയാൽ അത് പറഞ്ഞേ പറ്റത്തു. ഇനി ഈ റഷ്യ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വേർഡ് ഗെയിം നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന്, മേശക്കിന്റെയും തൂബാലിന്റെയും ചീഫാണ്. അല്ലാതെ അത് അവിടെ വാസ്തവത്തില് ചീഫ് പ്രിൻസ് ഓഫ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദ പ്രിൻസ് ഓഫ് റോഷ്. ഈ പ്രിൻസ് ഓഫ് റോഷ് എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഔട്ട്ലൈൻ ഉണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദ ചീഫ് പ്രിൻസ് ഓഫ് മേശക് ആൻഡ് തുബാൽ. അതായത് 38-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അതായത് മേശക്ക്, തൂബാൽ, എന്തുവാ, റോഷ്. അപ്പൊ റോഷ് എന്നൊരു പദം അവിടെ കിടപ്പും. അപ്പൊ റോഷ് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളില് ഏകദേശം 600 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് റോഷ്. നമുക്ക് റോഷ് ഹഷന്ന എന്ന് കാണാൻ പറ്റും. റോഷ് ഹഷന്ന. ഇപ്പോൾ നിങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തെ സംസാരിക്കുക, അദ്ദേഹത്തിന്റെ പോഡിയത്തില് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു, അതിങ്ങനെ എഴുതിയിരിക്കുന്നത് മിസ്രാദ് റോഷ് ഹമംഷാഖ് ഹമംഷാല എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് മിസ്രാഡ് റോഷ് ഹമംഷാല. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നാണ്. അപ്പൊ അവിടെ റോഷ് എന്നൊരു പദമാണ്. ഈ റോഷ് എന്ന് പറഞ്ഞാൽ അത് റഷ്യ ആകത്തില്ല. റോഷ് എന്ന് പറഞ്ഞാൽ ചീഫ്, പ്രൈം, ബിഗിനിങ്, ഹെഡ്, തുടക്കം, തലവൻ. ഈ അർത്ഥത്തിലാണ് ആക്ച്വലി നമ്മൾ ഈ റോഷ് എന്ന പദത്തെ അവിടെ കണ്ടത്. അപ്പൊ അവിടെ റോഷ് എന്ന പദം നമ്മൾ ആദ്യം എടുക്കുക. ഇത് കോമൺ ആയിട്ട് വ്യാഖ്യാനിച്ചു വന്നത് റോഷ് എന്നതിന്റെ ആ അക്ഷരത്തിനകത്ത് എന്തുവാ, അവിടെ അക്ഷരം ഉണ്ടല്ലോ, റോഷ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ റഷ്യ, റോഷ്, അങ്ങനെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇത് ഇവിടെ നമ്മൾ ആ ബൈബിളിലെ ആ വാക്യത്തെ റഷ്യ ആണെന്ന് കൊണ്ടുവന്നത്. റോഷ് എന്നതിനകത്ത് ആ അക്ഷരം, ആ സംസാരിക്കുമ്പോൾ ഒരു വാക്കുണ്ടല്ലോ, ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ ഇങ്ങനെ റോഷ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റഷ്യ എന്നിങ്ങനെ ഉണ്ടെന്നൊരു വന്നിട്ട് അതിനെ കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ അതിന് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് ആളുകൾ ഒരുപാട് പേര് ഫൂളിഷ്നെസ് ആണ് തിയോളജിയൻസും സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞപ്പം ഈ ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ പറഞ്ഞു അത് റഷ്യയുടെ പണ്ടത്തെ, നമുക്ക് ഈ ട്രംഫറ്റ് എന്നൊരു മാഗസിൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചർച്ച് ഓഫ് ഗോഡ് ഗ്രൂപ്പ് ഉണ്ട് അമേരിക്കയിൽ നടക്കുന്ന ട്രംഫറ്റ് മാഗസിൻ. അതിനകത്ത് അതിലെ ആള് എഴുതി വെച്ചിരിക്കുന്നതിന് റൂസ് എന്നായിരുന്നു ആദ്യത്തെ പേര്, റഷ്യയുടെ പേര്. അപ്പൊ റഷ്യയുടെ റൂസ് കിട്ടി, RUS കിട്ടി. അപ്പം ഇത് ഈ റോഷ് എന്ന വാക്കിനെ എടുത്ത് റഷ്യ ആക്കി മാറ്റി. പക്ഷെ വാസ്തവ റോഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചീഫ് പ്രിൻസ്, ചീഫ് പ്രിൻസ് ഓഫ് മേശക് ആൻഡ് തുബാൽ എന്ന. ഗോഗ് ദേശത്തെ മാഗോഗ് ദേശത്തെ ഗോഗിനെ നോക്കി, തൂബാലിന്റെയും മേശക്കിന്റെയും പ്രഭുവായവനെ നോക്കി. ഇങ്ങനെയാണ് ആ വാക്ക് മനസ്സിലാക്കുക. അത് ഞാൻ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പറഞ്ഞു. ഇപ്പൊ റോഷ് എന്ന വാക്ക്, പ്രിൻസ് ഓഫ് റോഷ് എന്ന വാക്കാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാഗോഗ് ദേശത്തെ പ്രിൻസ് ഓഫ് ദ ഗോഗ്, പ്രിൻസ് ഓഫ് ഗോഗ് അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് റോഷ്.
സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എന്തുവാ? ദ ചീഫ് പ്രിൻസ് ഓഫ് മേഷക് ആൻഡ് തൂബാൽ. അതിന്റെ എഡിറ്റർ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പ്രിൻസ് ഓഫ് റോഷ് ഇസ് നോട്ട് സർട്ടൺ ആൻഡ് ഈവൻ എ യൂഷ്വൽ ട്രാൻസ്ലേഷൻ. അതായത് എന്താ പറയുന്നത്, റോഷിന്റെ പ്രഭു എന്ന് ആ ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് കൃത്യമായിട്ട് ആ ബൈബിൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞു. മറിച്ച് അതിന്റെ മാർജിനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ചീഫ് പ്രിൻസ് ഓഫ് മേഷക്. 19-ാമത്തെ എനിക്ക് തോന്നുന്നു 39-ാം അധ്യായത്തിൽ 1-ാം വാക്യം നോക്കി. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയെ കർത്താവ് ഇപ്പോൾ ചെയ്യുന്നു, റോഷ് മേഷക് തൂബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. പ്രഭു. ഇവിടെ ഈ റോഷ് എന്ന പദം, രണ്ടാമത്തെ അർത്ഥം, ഈ റോഷ് എന്ന് പറയുന്ന പദം ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത, അതായത് ഒരു സ്ഥലത്തിന് വേണ്ടിയോ ഒരു ലാൻഡിന് വേണ്ടിയോ റോഷ് എന്ന പദം ബൈബിൾ ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. റോഷ് എന്ന പദം 600 പ്രാവശ്യം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് റോഷ് ഹഷന്ന എന്ന് പറഞ്ഞില്ലേ? റോഷ് ഹഷന്ന എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ ഇയർ, പുതിയ വർഷം, ബിഗിനിങ്. അപ്പൊ ഈ തുടക്കത്തിനും മഹാപുരോഹിതന് പറയുന്നതും ഈ റോഷ് എന്ന പദം ചേർത്താണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബൈബിളിൽ ഒരിടത്ത് പോലും റോഷ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് എങ്ങും പരാമർശിച്ചിട്ടില്ല. അപ്പം ഇവിടെ ഇത് എഴുതിയ എസെക്കിയേൽ അർത്ഥമാക്കിയത് മേശക്കിന്റെയും തൂബലിന്റെയും, ഈ മേശക്കൻ തൂബൽ ആരെന്ന് ചോദിക്കുക, നമ്മള് ഇഫ്താഹിന്റെ പുത്രന്മാരാണ്. ഇതിൽ ഏറ്റവും മുകളിൽ വരുന്നത് ഗോമറുണ്ട്, അത് കഴിഞ്ഞ് മാഗോഗുണ്ട്. മാഗോഗിന്റെ ദേശത്തെ പ്രഭുവായ ഗോഗ് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. അവൻ പ്രഭുവാണ്, പ്രിൻസ് ഓഫ് ഗോഗ് എന്ന് പറയും. അപ്പൊ അവിടെ പ്രിൻസ് ആണ്, ചീഫ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ എസെക്കിയേൽ 38:2 എസെക്കിയേൽ 39:1 റോഷ് എന്ന് പറയുന്ന പദം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്, കാരണം ഈ റോഷ് എന്ന വാക്കിൽ റഷ്യ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാൻ പറ്റും? ഹീബ്രു ഇല്ല അത് പറയുന്നു. റഷ്യ എന്ന വാക്ക് ഹീബ്രു അല്ല. ഒരു ഉദാഹരണം പറയാം. ചിൻ എന്ന വാക്ക് ചൈനയിൽ എന്തെന്നറിയാമോ? സ്വർണം. ചിൻ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്താണ്? നമ്മുടെ താടിക്ക് പറയുന്നത് ചിൻ. ഖോൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഖോൾ എന്ന വാക്കിന് ഹീബ്രുവിൽ ഫിനിഷ്ഡ് എന്നാണ്. അതേ ഖോൾ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് എന്ത് പറയുന്നത്? കരിക്കട്ടയോട്ടൽ, കൽക്കരി, ഖോൾ. നിങ്ങൾക്ക് മനസ്സിലായി? ഒരേ വാക്കാ. ഖോൾ എന്ന് ഹീബ്രു പറഞ്ഞ ഫിനിഷ്ഡ് എന്ന് പറയും. ഖോൾ എന്ന് ഇംഗ്ലീഷുകാരനോട് പറഞ്ഞാൽ അത് ഏതോ കൽക്കരി എന്ന് പറയും. അതുപോലെ തന്നെ ഈ സൈമൺ, ഞാനിത് കഴിഞ്ഞ ദിവസം വായിച്ചത്, സൈമൺ ബർജോന എന്ന് പറഞ്ഞു. അതിന് ഹീബ്രുവിൽ വായിച്ചെന്താ? സൈമൺ, ജോനയുടെ മകനായ ഷീമോനെ വരുത്തും. അത് ഇംഗ്ലീഷുകാരുടെ അടുത്ത് പോയാലോ? സൈമൺ ബാർ ജോന. ജോന എന്ന് പറയുന്ന ഡ്രിങ്ക് വാങ്ങിക്കാൻ ബാറിൽ പോയിരിക്കുന്ന സൈമൺ എന്ന് പറഞ്ഞിട്ട് വരും. മനസ്സിലായോ? നമ്മൾ ഭാഷകൾ എടുക്കുമ്പോൾ അക്ഷരങ്ങൾ എടുത്ത് അതിന്റെ ശബ്ദം എടുത്തുകൊണ്ട് ഒരു വാക്കിനെ സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയല്ല എറ്റിമോളജി. അപ്പം റോഷ് എന്ന വാക്കിൽ നിന്ന് റോഷ് എന്ന ചീഫ് എന്ന് മാത്രമേ ഉള്ളൂ, പ്രഭു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ വാക്ക് അത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. നമുക്കറിയാം ഒരുപാട് റെഫറൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ എല്ലാം ഞാൻ പറയുന്നില്ല. ഈ ടിംലിഹെ എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ടിംലിഹെ എന്ന് പറയുന്ന ഒരാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയും. ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയും, കൈവിടപ്പെട്ടു പോയാൽ. നമ്മുടെ സിനിമയൊക്കെ ഉണ്ട്. ഈ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന സിനിമ, കൈവിടപ്പെട്ടു പോയ സിനിമ, ഈ ടിംലിഹയുടെ പുസ്തകങ്ങളിൽ നിന്ന് വന്ന ഒരു കഥയാണ്. അപ്പം നമ്മൾ കൈവിടപ്പെട്ടു പോയുള്ള അവസ്ഥ എന്താണ് എന്ന് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും എടുത്തുകൊണ്ട് പോകും, ബാക്കിയുള്ളവർ. അപ്പൊ ഈ ടിംലിഹെ, ഈ റോഷൻ, അദ്ദേഹം എപ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇത് റഷ്യൻ, ഇതാണ് ഇത് ആദ്യമായിട്ട് കൂടുതൽ വെളിയിലോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ലിൻസെ ഹോൾ ലിൻസെ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് ഈ നമ്മുടെ ഒരു ട്രൂത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എടുത്ത് വേറെ ആൾക്ക് കൊടുത്തു. ടിംലിഹയുടെ പുസ്തകത്തെ, അത് ലെഫ്റ്റ് ബിഹൈൻഡ്. അതുപോലെ തന്നെ ഹാൾ ലിൻസയുടെ ഒരു പുസ്തകമുണ്ട്. ഹാൾ ലിൻസയുടെ പുസ്തകത്തിന്റെ പേര് ദ ഗ്രേറ്റ് പ്ലാനറ്റ് എന്ന എർത്ത്, ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത്. അത് 1970 താൻ ഇറക്കിയ പുസ്തകമാണ്. അതിനകത്തും താൻ പറയുന്നുണ്ട് ഈ മോസ്കോ എന്ന് പറയുന്നത് മേശക്കിൽ നിന്നാണ് മോസ്കോ വന്നത്.
ടുബോൾസ്കോ എന്നിൽ നിന്നാണ് തൂബൽ വന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് മാഗോഗ് എന്നൊക്കെ പറയുന്നത് റഷ്യയുടെ പഴയ പേരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ 1970 ക്രിസ്തീയ സഭയ്ക്ക് കൊണ്ടുവന്ന ആളുകളിൽ പ്രമുഖനാണ് ഹാൾലിൻസിയും അതുപോലെ ടിംലിഹെ എന്ന് പറയുന്ന പോലെ ഒത്തിരി പേരുണ്ട്. യഥാർത്ഥത്തില് ഈ റോഷ് എന്ന വാക്ക് ഒരിക്കലും അതൊരു സ്ഥലത്തിന്റെ പേര്, കാരണം ഞാൻ പറഞ്ഞു വരുന്നത് റോഷ് എന്ന പദം ഒരു സ്ഥലത്തിന്റെ പദമായിട്ട് ബൈബിളിൽ ഒരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇത് എഴുതുമ്പോൾ ഓഡിയൻസ് റെലവൻസ് എന്നൊരു സംഭവം ഉണ്ട്, മനസ്സിലാക്കണം. എസെക്കിയേൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയല്ല ഇത് എഴുതുന്നത്. എസെക്കിയേൽ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി എഴുതുന്ന ഒരു യഥാർത്ഥ പ്രവചനമാണ്. അപ്പം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതുന്നത് എഴുതുന്നത് ഈ സാമ്രാജ്യം കഴിയുമ്പോൾ, അതായത് ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞിട്ട് അടുത്തൊരു സാമ്രാജ്യം നിങ്ങൾക്ക് ഉണ്ടാകും. അന്ന് നിങ്ങൾ സമാധാനത്തോടെ പാർക്കുന്ന സമയമാകും. ആ സമാധാനത്തോടെ പാർക്കുന്ന സമയത്ത് ഗോഗ് എന്ന് പറയുന്നവനെ ദൈവം തന്നെ ചൂണ്ടയിലിട്ട് കൊളുത്തി ഇസ്രായേലിന്റെ ദേശത്തെ കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ഇവനെ കൊല്ലുകയും അവന്റെ മുഴുവൻ സമ്പത്തും നിങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പൊ ഇത് വാസ്തവത്തിൽ എസെക്കിയേൽ കൃത്യമായിട്ട് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിച്ചതായ കാര്യമാണ്. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കും. ഞാൻ ഇന്ന് കുറച്ചൊന്ന് ഇച്ചിരി ഒന്ന് സ്പീഡിൽ പോകാത്തത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോകും, അതുകൊണ്ടാണ്. അപ്പം ചീഫ് എന്ന് പറയുന്ന അർത്ഥമാണ് ഇവിടെ റോഷ് എന്നത് മറക്കരുത്. ഇനി റോഷ് എന്ന വേർഡ് ഏൻഷ്യന്റ് വേൾഡിൽ എങ്ങും ഒരു സ്ഥലത്തിൻ്റെതായിട്ടോ ഒരു രാജ്യത്തിന്റെ പേരായിട്ടോ ഉപയോഗിച്ചിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ചീഫ്, അതായത് ഇദ്ദേഹം ഈ ഗോഗ് എന്ന് പറയുന്നവൻ എങ്ങനെ ചീഫ് ആയിരുന്നു എന്നത് ഞാൻ ഒരു വാക്യത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കി തരാം. എസ്തറിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ട്, എസ്തറിന്റെ പുസ്തകം നിങ്ങൾ എടുക്കുക. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യൻ എന്ന് പറഞ്ഞാൽ അമാലേക്കാകട്ടോ, ആഗാഗ്യനായ ഹമ്മേദാഥയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലിൽ വെച്ചു. ഇത് ശ്രദ്ധിക്കണം. ഇവൻ ചീഫ് ഓഫ് മേശക് ആൻഡ് തുബാൽ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം 127 സംസ്ഥാനങ്ങൾ, നാട്ടുരാജ്യങ്ങൾ ചേർന്ന ഭാരതരാജ്യം മുതൽ എത്യോപ്യ കൂഷ് ദേശം വരെയുള്ള 127 പ്രൊവിൻസസ് ചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായ അഹശ്വേരോശിന്റെ പത്നിയായിരുന്നു ക്യൂൻ എസ്തർ മൊർദെഖായി അവരുടെ അമ്മാവനായിരുന്നു. സോ ഈ എല്ലാ രാജ്യങ്ങൾക്കും, ഭാരതത്തിന്റെയും ഒരുപക്ഷെ പ്രഭു അവിടെ ഉണ്ടാകാം, ഈ നാട്ടിലെ മുഴുവൻ പ്രൊവിൻസൻസിന്റെയും പ്രഭുക്കന്മാരുടെ മുകളിൽ ഹാമാനെ എത്തുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രവചന രൂപമാണ്, അതായത് ഇത് സംഭവിക്കുന്നതിന് ഏകദേശം അനേക ഡെക്കേഡ്സിന് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേലിലൂടെ പറയുന്നു, ഒരു ആള് എല്ലാ പ്രഭുക്കന്മാരുടെ മുകളിൽ വരും, ചീഫ് പ്രിൻസ് ഓഫ് ഗോഗ്. ചീഫ് പ്രിൻസ് ഓഫ് ഗോഗ്. അപ്പം എല്ലാവരുടെ മുകളിൽ ഒരു പ്രഭുവായി വരുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഹാമാനെ കുറിച്ച് വായിക്കുമ്പോൾ തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും അവനെ കുമ്പിട്ട് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കി. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് എസ്തർ രാജ്ഞിയും താൻ ഒരുക്കിയ 11-ാം വാക്യം. ഹാമാൻ അവരോട് തന്റെ ധനമഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയതും വിവരിച്ചു പറഞ്ഞു. പ്രഭുക്കന്മാരുടെ പ്രഭു റോഷ്, അതാ റോഷ്. അപ്പൊ റോഷ് പ്രഭു, ഉയർന്നവൻ, എല്ലാ പ്രഭുക്കന്മാരുടെ മുകളിലെ പ്രഭുവായി അഹശ്വേരോശ് രാജാവ്. അപ്പം പേർഷ്യൻ സാമ്രാജ്യത്തിലെ അഹശ്വേരോശ് എന്ന ചക്രവർത്തിയുടെ തൊട്ട് താഴെ അദ്ദേഹത്തിന്റെ അടുത്ത് അതേ പദവിയോടെ എല്ലാറ്റിനെയും ഭരിക്കാൻ അധികാരം ലഭിച്ച വ്യക്തിയാണ് ഈ ഹാമാൻ എന്ന് പറയുന്ന ആൾ. ഹാമാൻ എന്ന് പറഞ്ഞ ഒരു കൂലിപ്പട്ടാളക്കാരനല്ല, 127 സംസ്ഥാനങ്ങളെ പ്രഭുക്കന്മാരുടെ ചീഫ്. ഈ ചീഫിനെ കുറിച്ചാണ് എസെക്കിയേൽ 38-ന്റെ 1-ാമത്തെ വാക്യത്തിലും 39-ലും പറയുന്നത് എന്നത് മറന്നു പോകരുത്. ഇനി നമ്മളിനി ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് പോവുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു,
ഈ പ്രവചന സംഭവങ്ങൾ ഞാൻ കൂടുതൽ പോകാറേ ഇല്ല. കാരണം ഇത് മുൻപ് തന്നെ എനിക്ക് അറിയാമായിരുന്നു, ഇത് ഹിസ്റ്റോറിക്കൽ സംഭവിച്ച കാര്യമാണ്, തെളിയിക്കാൻ മാത്രം അറിയത്തില്ല. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് ലോകം മൊത്തം യുദ്ധം വരാൻ പോവാണ്, ഇപ്പം താണ്ട് ആറ്റം ബോംബ് ഇടാൻ പോവാന്നൊക്കെ പറഞ്ഞ് ജനത്തെ പരിഭ്രാന്തിയിലാക്കി. ഇത് ഈ യുദ്ധം അങ്ങ് തീരും. ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തീരും. പക്ഷെ ഈ ഉപദേശിമാരുടെ പ്രസംഗം തിരുത്തത്തില്ല. അവര് വീണ്ടും ഇത് തന്നെ വെച്ചോണ്ടിരിക്കും. അടുത്തൊരു യുദ്ധം വരുമ്പോൾ ഈ CD എടുത്ത് അന്നേരം ഇട്ട് കാണിക്കും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. നമ്മള് കഴിഞ്ഞ ഓണത്തിന് ബമ്പർ ഇതുണ്ടായിരുന്നല്ലോ, ബമ്പർ ലോട്ടറി. കഴിഞ്ഞ ഓണത്തെ ബമ്പർ ലോട്ടറി എടുത്ത് ഇപ്പോൾ എടുത്ത് വിറ്റാനുള്ള അവസ്ഥ എന്താ? ഇതേ അവസ്ഥ. ഇപ്പം കഴിഞ്ഞ ഓണത്തിന്റെ ബമ്പർ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഓണം, ഇനി വരാൻ പോകുന്ന ഓണത്തിന് വിറ്റാനുള്ള അവസ്ഥ എന്താ? ഇതേ അവസ്ഥയിലാണ് ഇപ്പൊ ബൈബിളിൽ നമ്മൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യുദ്ധം ഉണ്ടായേ പറ്റൂ എന്ന് വാശിയാണ് നമ്മുടെ ആളുകൾ. കാരണം അന്തിക്രിസ്തു വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ വാശി പിടിക്കും. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഒരു മാരക യുദ്ധം ഉണ്ടാകണമെന്നും ഇത് നശിച്ചു പോകണമെന്നും ഇത് നാശകോടാലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരൊറ്റ കൂട്ടമേ ഉള്ളൂ, അത് ക്രൈസ്തവരാണ്. കാരണം ക്രൈസ്തവർക്ക് ഉള്ള അവരുടെ അന്ത്യകാലം എന്ന് പറയുന്നത് നാശമാണ്, ഹോപ്പ്ലെസ് എൻഡാണ്, വിനാശം. അപ്പൊ വിനാശം അപ്പം എന്ത് ഒരു തിന്മ വന്നാലും അവർ ഭയങ്കര ഹാപ്പിയാ, കർത്താവ് വരാറായി. ആലോചിച്ച് നോക്കി, ലോകത്തിനൊരു നാശം വരുമ്പോ അത് തങ്ങളുടെ പ്രത്യാശയാണെന്നും തങ്ങളുടെ പ്രത്യാശയുടെ അടയാളമാണെന്നും ഈ ലോകത്ത്, ഈ ആധുനിക ലോകത്ത് പറയുന്ന ക്രൈസ്തവർ, സത്യത്തിൽ ഇവർ ഈ ലോകത്ത് ഉണ്ടാകാതിരുന്നത് നല്ലത്. ലോകത്തിന്റെ വെളിച്ചമാകണം. ഞാൻ പലപ്പോഴും ഞാനുണ്ട്, പലസ്തീനിൽ ആളുകൾ മരിക്കുന്നു, ഇസ്രായേലിൽ മരിക്കുന്നു, ഇവരെല്ലാം നമ്മുടെ വി നീഡ് ടു ലവ് ദം വിത്തൗട്ട് എനി റിലീജിയൻ. ഹമാസ് കൊല്ലപ്പെടുന്നു, ഹമാസ് മനുഷ്യരല്ലേ? നമുക്ക് വാശി വരും, അവർ രണ്ടെണ്ണം ചാകട്ടെന്നൊക്കെ നമ്മൾ അറിയാതെ പറയും. പക്ഷെ ആസ് എ കിങ്ഡം സിറ്റിസൺ, ആസ് എ ദൈവ പൈതൽ എന്ന നിലയിൽ ഹമാസ് മനുഷ്യരല്ലേ? ഹിസ്ബുള്ള മനുഷ്യരല്ലേ? ഇസ്രായേലിലെ ആളുകൾ മനുഷ്യരല്ലേ? പാലസ്തീനികൾ മനുഷ്യരല്ലേ? അവരും ദൈവത്തിന്റെ ചായലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് അല്ലേ ക്രൈസ്തവൻ ഉണ്ടാകേണ്ടത്? ക്രൈസ്തവൻ എല്ലായിടത്തും ഇതിനെ അവസാനിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ. ഇന്ന് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നില്ല, കാരണം പുത്രന്മാരില്ല. മതത്തിന്റെ അടിമകൾ മാത്രമേ ഉള്ളൂ. മതത്തിന്റെ അടിമകളാണ്, പുത്രന്മാരില്ല. പുത്രന്മാർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. What happened? സോ നമുക്ക് ഇനി അടുത്ത, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഞാൻ ഈ പറഞ്ഞത് കേൾക്കാം, മുമ്പോട്ട് നിങ്ങളുടെ യാത്രയിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിന് അനുരൂപരായി ജീവിക്കുക. ഇതാ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം യേശുവിനെ പോയി കാണുമെന്നല്ല, യേശു വരുമെന്നല്ല, അന്തിക്രിസ്തു വരുമെന്നല്ല. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തെ, ബിഫോർ ഐ എം ഡിപ്പാർട്ടിങ് ഫ്രം ദിസ് വേൾഡ്, ഈ പ്രപഞ്ചം വിടുന്നതിന് മുമ്പ്, ഞാൻ ദൈവം മുമ്പിൽ എത്തുന്നതിന് മുമ്പ്, കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രന് അനുരൂപമായി, അവന്റെ രൂപത്തിന് അനുരൂപമായി, I have to be conformed with the image of his son. That is our hope. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്. അതായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള ചിന്ത. ബാക്കി എല്ലാ ചിന്തകളും നമ്മെ പ്രയോജനമില്ലാത്തവരാക്കി മാറ്റും. വിടുക. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊക്കെ പഠിപ്പിക്കുന്ന സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം. എസെക്കിയലിന്റെ പുസ്തകം 38:4 വാക്യം വായിക്കുക. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും, കേൾക്കണേ, കുതിരകളെയും ഒട്ടൊടിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാള്, പരിച, പലക എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവനോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമർ, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്ക് അറ്റത്തുള്ള തൊഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. യുദ്ധമാണ്. യുദ്ധത്തിൽ ആരൊക്കെയുണ്ട്? പാർസികൾ, പേർഷ്യക്കാരുണ്ട്, കൂശ്യരുണ്ട്, പൂത്യരുണ്ട്, ഗോമറുണ്ട്, പിന്നെ തൊഗർമാഗ്രഹമുണ്ട്. ഇത് 5 പറഞ്ഞു. ഇതിന് മുമ്പ് 2 പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ?
തൂബലും മേശക്കും. റോഷ് രാജ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു, അത് പ്രഭു എന്നതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഇറ്റ്സ് നോട്ട് എ വേൾഡ്, ഇറ്റ്സ് നോട്ട് എ നേഷൻ, ഇറ്റ്സ് നോട്ട് എ പ്ലേസ്. സോ എത്ര രാജ്യമുണ്ട്? 7 രാജ്യങ്ങൾ. 7 രാജ്യങ്ങള് എന്ത് ചെയ്യാൻ പോവാണ്? വരാൻ. എങ്ങനെയാ വരുന്നത്? കുതിരപ്പുറത്ത്. ഇത് ഭയങ്കര രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഈ ആൻഡി വുഡ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റ് ഒരു സ്കോളറുണ്ട്, ആൻഡി വുഡ്. ആൻഡി വുഡ് പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞത്, ഈ എസക്കിയേലിന്റെ ഈ പ്രവചനത്തെ നമ്മൾ ഇത് കണ്ടിട്ട് ആരും ദുർവ്യാഖ്യാനം ഒന്നും ചെയ്യണ്ട. കാരണം ഇനി മുമ്പോട്ടുള്ള ലോകത്ത്, രസകരം അദ്ദേഹത്തിന്റെ, മുൻപോട്ടുള്ള ലോകത്ത് ഈ എനർജിയുടെ സപ്ലൈ കുറയുകയും എല്ലാ രാജ്യങ്ങളും ആയുധങ്ങളെല്ലാം എന്ന് പറഞ്ഞില്ലേ നിരായുധീകരണം വരുത്തുകയും ചെയ്യുമ്പോൾ പിന്നെ മനുഷ്യർ യുദ്ധം ചെയ്യാൻ ഇതുപോലെ കുതിരകളെയും കുറുവടിയും വാളും കുന്തവും പരിചയമായിട്ടായിട്ട് മോഡേൺ അങ്ങോട്ട് പോകുന്ന സമയത്ത് മനുഷ്യൻ വരും എന്ന് ആൻഡി വുഡ് എന്ന് പറയുന്ന ഒരു ബൈബിൾ തിയോളജിയാണ്. അത് വായിക്കുമ്പോൾ രസകര ചിരി വരുന്നുണ്ട്. കാരണം ഈ ഗോഗും മഗോഗ് യുദ്ധം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഗോഗും മഗോഗ് യുദ്ധം ഭയങ്കര ഒരു കൂട്ടമാണ്. ആ കൂട്ടം ആളുകളെല്ലാം കുതിരപ്പുറത്താണ് വരേണ്ടത്. അപ്പൊ ഇന്ന് അതിനെ വ്യാഖ്യാനിച്ച് എന്തായി? കുതിര എന്ന് പറഞ്ഞാൽ അത് പറക്കുന്ന ഏതോ വിമാനമാണ്, അങ്ങനെയാ പറയുന്നത്. കുതിര എന്ന് പറഞ്ഞാൽ ഇന്ന് ആർക്കും കുതിരയുമില്ല, അതുകൊണ്ട് പറക്കുന്ന വിമാനത്തിലാണ് പറന്നു വരുന്നത്, ഫ്ലൈ ജെറ്റ് വിമാനം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഒരു 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു സൈന്യം വരുന്നുണ്ട്. അത് ചൈനയാണെന്നാണ് മുഴുവൻ ആളും വ്യാഖ്യാനിക്കുന്നത്. ചൈന വരുമ്പോൾ എത്ര ആളെന്നറിയുമോ? 200 മില്യൺ. 200 മില്യൺ ആളുകൾ. 200 മില്യൺ ആളുകൾ വരും. കോടിക്കണക്കിന് ആളുകളുടെ സൈന്യം വരാൻ പോകും. ആർക്കെതിരെ? ഇസ്രായേലിനെതിരെ. ചിരിയുള്ളൊരു ഇസ്രായേലിനെതിരെ എന്തിനായി 200 മില്യൺ ആളുകൾ വരുന്നത്? അത് വരുന്നത് എങ്ങനെയാണെന്നറിയോ? കുതിരയുടെ പുറത്ത്, കുതിരച്ചേവകരം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയേ, ഈ ലോകത്തിന്ന് ആകെ ഉള്ള കുതിരകളുടെ എണ്ണം, ലോകം മൊത്തമുള്ള രാജ്യങ്ങളിലുള്ള ആകെയുള്ള കുതിരകളുടെ എണ്ണം 60 മില്യനാണ്. ചൈനയ്ക്ക് മാത്രം 200 മില്യൺ വേണം. പിന്നെ ഗോഗ് മഗോഗ് യുദ്ധത്തിന് റഷ്യക്കാർക്കും കുതിര വേണം. ഇതിപ്പോ ഈ കുതിരകളൊക്കെ ഇനി എവിടെ ഉണ്ടാകും? അതായി പ്രശ്നം. അപ്പൊ അവര് ഭയങ്കര മിടുക്കന്മാർ. അവർ പറയും അത് ലിറ്ററലി കുതിരകള് അല്ല, അത് എന്തുവാ, മറിച്ച് അത് ആധുനിക ലോകത്തെ യുദ്ധവിമാനമാണെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസമേ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ വെട്ടിക്കിളി സദാം ഹുസൈന്റെ കാലത്ത് യുദ്ധം നടന്നപ്പോൾ വെട്ടിക്കിളി ഹെലികോപ്റ്ററാന്ന് പ്രസംഗിച്ചവരുണ്ട്. അപ്പം ഇപ്പുറത്തുനിന്ന് കുറച്ച് ആളുകൾ, ചെറുപ്പക്കാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ യോഹന്ന സ്നാപകൻ മരുഭൂമിയിൽ വെച്ച് കഴിച്ചതില്ലേ വെട്ടുക്കിളിയും കാട്ടുതേനും അല്ലേ പക്ഷി? അപ്പം യോഹന്ന സ്നാപകൻ മരുഭൂമി വെച്ച് ഹെലികോപ്റ്ററിനെ പിടിച്ച് തിന്നെന്ന് ചോദിച്ചു. അപ്പൊ ഇത് അവിടെ എന്തുകൊണ്ടാണ് വെട്ടുക്കിളി എന്ന് ചോദിച്ചാൽ മനസ്സിലാറിയോ? ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളിത് ആ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതായത് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ലോക്കസ്റ്റ് ഒരു ദൈവമാണ് റോമില്. അപ്പോളോ എന്ന് പറയുന്ന ദേവനെ പോലെ ആ ദേവന്റെ, അപ്പോളോ എന്ന് പറയുന്ന ദേവനെ സേവിക്കുന്നവർ കൊണ്ടു നടക്കുന്ന ഒരു ചിഹ്നമാണ് ഏത്? ഈ വെട്ടിക്കിളി എന്ന് പറയുന്നത്. ആ വെട്ടിക്കിളിയുടെ രൂപമുള്ള അങ്ങനെയുള്ള രൂപമുള്ള ബിംബങ്ങളൊക്കെ ആയിട്ടാണ് ഇവര് യുദ്ധത്തിന് പോകുന്നത്, ജയിക്കാൻ വേണ്ടി. ഇത് കൃത്യമായിട്ട് അവിടെ സംഭവിച്ചതാണ്. ഞാനത് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ഇച്ചിരി അപ്ഗ്രേഡ് ഒരു പഠനം നമുക്ക് പിന്നെ എടുക്കണം. ഒക്കെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇവിടെ കുതിരച്ചേവകരുമായിട്ട് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രസമാണ് കേട്ടോ. ഈ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ഇതിനെ നോക്കി അവർ പറയും വാള്, പരിച, അതിനൊക്കെ അവർ കൊടുക്കുന്നത് കുന്തം എന്ന് പറഞ്ഞാൽ മിസൈൽ.
വില്ല് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ലോഞ്ചർ. പരിച എന്നൊക്കെ പറഞ്ഞ ബങ്കർ എന്നായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര രസകരമായ ഒരു ട്രൂത്ത് ഉണ്ട്. താഴോട്ട് വായിക്കുമ്പോ ഇവര് നമ്മള് അതിന്റെ 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോ ഈ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് യുദ്ധം ചെയ്ത ആളുകളെ തോപ്പിച്ച ഇസ്രായേല് ഇവരുടെ യുദ്ധ ഉപകരണങ്ങളെ വെട്ടിക്കീറി 7 വർഷം തീയരിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ, മിസൈലിന്റെ പീസ്, പിന്നെ യുദ്ധ ടാങ്കുകള്, ഇതെല്ലാം റഷ്യയിൽ നിന്നോട്ട് വരികയും ഇസ്രായേൽ മക്കൾ 7 വർഷത്തോളം ഈ ടാങ്ക് വെട്ടിക്കീറി തീയരിക്കും. ഇതിനൊക്കെ മറുപടി ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഇതിന് മറുപടി അവർ തരും. അതുകൊണ്ട് പക്ഷെ നമുക്ക് സാധാരണ മനുഷ്യന്റെ ലോജിക്ക് മതിയെന്നേ. മിസൈലിന്റെ ബാക്കി വെച്ചിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് എന്താ കഴിക്കാം, ചോറ് വെക്കാൻ പോ, അല്ലെങ്കിൽ ബാർബിക്യൂ ഉണ്ടാകും. വായിക്കുക. ഓക്കെ, ഞാൻ അത് വിടുക. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് ഈ 38-39 അധ്യായത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 5 രാജ്യങ്ങൾ 5-ാമത്തെ വാക്യത്തിലുണ്ട്, 2 രാജ്യങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ 38. അപ്പൊ ഏകദേശം 7 രാജ്യങ്ങളേ ഉള്ളൂ. റോഷ് എന്ന് പറയുന്നത് കൂടെ വന്നാൽ 8 രാജ്യമാവും. അത് ഈ എഴുത്തുകാരനായ എസക്കിയേലിന്റെ എഴുതുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണം. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യമൊക്കെ പ്രസംഗിക്കപ്പെടുത്തും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇത് കേൾക്കേണ്ടി വരും. ഈ എസക്കിയേലിന്റെ റൈറ്റിംഗ് സ്റ്റൈലില് 7 എന്ന് പറയുന്ന ഒരു നമ്പര് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിലയിൽ പെടും. ഇപ്പൊ 7 എന്ന് പറഞ്ഞാൽ എപ്പോഴും അറിയാം പെർഫെക്ഷൻ, കംപ്ലീറ്റ്നെസ്, ഫിനിഷിംഗ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം 7-ാം നാളിൽ ശബത്ത് റെസ്റ്റ് ചെയ്തു. ദാറ്റ് നമ്പർ ഈസ് ദ പെർഫെക്ഷൻ ഓഫ് യാഹ്വേ ഗോഡ്. അത്യുന്നതനായ ദൈവത്തിന്റെ കംപ്ലീറ്റ്നെസ്സിനെ കുറിച്ച്, പൂർണ്ണതയെ കുറിച്ച്, ഇന്റൻസീവിനെ കുറിച്ച് പറയുന്ന നമ്പറാണ് 7-ാമത്തെ നമ്പർ. അപ്പം രാജ്യങ്ങൾ 7 രാജ്യങ്ങൾ. ഈ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, റെഫറൻസ് പറയാം, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ട് പരിശോധിക്കും. ഒന്നാമത്തത്, ഈ എസെക്കിയേൽ 39-ന്റെ 9-ാം വാക്യത്തിൽ യുദ്ധ ഉപകരണങ്ങൾ, പരിചയും പലകയും ഒക്കെ എടുത്ത് വെട്ടിക്കേറി ഇവര് 7 വർഷം തീയരിച്ചുന്നുണ്ട്. 7 വർഷം. എപ്പോഴും മനസ്സിലാകുന്ന ബൈബിളിന്റെ ഒരു ഭാഷ, യഹൂദന്റെ ഭാഷയിൽ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ക്വാണ്ടിറ്റി, ദാറ്റ്സ് ക്വാളിറ്റി. മറക്കരുത്. 1000 ആണ്ട് വാഴുക എന്ന് പറഞ്ഞ ഉടനെ 10 നൂറ്റാണ്ട് വാഴുക എന്നല്ല. ദാറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഭരണം. 1000 തലമുറയ്ക്ക് ദയ കാണിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്തുവായിരിക്കും എന്റെ അർത്ഥം? ദൈവത്തിന്റെ ദയ 1000 തലമുറ വരെ കാണിക്കുമെന്ന് പറഞ്ഞാൽ 1000 തലമുറയുടെ മേൽ ദയ കാണിച്ച് 1001-ാമത്തെ തലമുറ ശിക്ഷിക്കുന്നതാണോ? അല്ല. ദാറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ഗോഡ്. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആണെന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷമാണ് തീയിരിക്കുന്നത്? 7 വർഷം. അത് എസെക്കിയേൽ 39-ന്റെ 9-ാം വാക്യം. ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല, റെഫറൻസ് പറയുന്നേ ഉള്ളൂ. എസെക്കിയേൽ 39-ന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മരിച്ചു വീണ ആളുകളുടെ ശവം അടക്കാൻ 7 മാസം എടുത്തു എന്ന് പറയുന്നു. 7 മാസം ശവം അടക്കാൻ 7 മാസം. ഇന്നത്തെയൊക്കെ ആധുനിക ലോകത്ത് ബുൾഡോസർ വന്നാൽ ഒരൊറ്റ കുഴി എടുത്ത് 100 200 ഒരുമിച്ച് അടക്കും. അപ്പം ഇവിടെ 7 മാസം എടുത്തു. അത് 7 പ്രധാനപ്പെട്ട നമ്പർ. അതുപോലെ തന്നെ 39-ന്റെ 18-ല് കാർക്കാസസ്, അതായത് അവിടെ കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും വിളിച്ചു വരുത്തി ഇവിടെ ചത്ത് കിടക്കുന്ന നിഹിതന്മാരുടെ മാംസം തിന്നാൻ വിളിക്കുമ്പോ അവിടെ കൊടുത്തിരിക്കുന്ന ഈ ശവങ്ങൾ ഏകദേശം 7 ടൈപ്പാണ്. 7 ടൈപ്പ് ഓഫ് കാർക്കാസസ്. അത് എസെക്കിയേൽ 39-ന്റെ 18-ൽ വായിക്കാം. അതുപോലെ എസെക്കിയേൽ 38-ന്റെ 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഗോഗിന്റെ മേൽ 7 തരത്തിലുള്ള ജഡ്ജ്മെന്റ് വരുന്നതായി കാണാം. 7 ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റ്സ് അപ്പോൺ ഗോഗ്. എസെക്കിയേൽ ചാപ്റ്റർ 38 വേഴ്സ് 21 to 22. അതുകൊണ്ട് തന്നെ ഈ യുദ്ധ ഉപകരണങ്ങൾ അവർ കൊണ്ടുവരുന്ന വാർ ഗിയറുകൾ
ശത്രുക്കളുടെ വാർ ഗിയേഴ്സ് എന്ന് പറയുന്നത് 7 ഐറ്റംസ് ഉണ്ടെന്നായിട്ട് 7 ടേംസിൽ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് എസെക്കിയേൽ 38:4-5, 39:9 അവിടെ 7 7. അതുപോലെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പദം 38, 39 അധ്യായങ്ങളിൽ 7 പ്രാവശ്യമുണ്ട്. അത് 38-3, 10, 14, 17, 39-1, 17, 25. അങ്ങനെ യഹോവ ഇപ്രകാരം, അതും 7 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ യഹോവയുടെ മഹത്വം, നിന്റെ ദൈവം മഹത്വമുള്ളവനാണെന്ന് വെളിപ്പെടും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ ഏകദേശം 7 പ്രാവശ്യം ഈ 2 അധ്യായത്തിൽ കാണാൻ പറ്റും. അത് 38:16, 23, 39:6, 7, 7-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യമുണ്ട്. 22-ാം വാക്യം, 28-ാം വാക്യം. അത് നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ 7 എന്താ പറയുക, ഗ്രേറ്റ്നെസ് ഓഫ് യാഹ്വേ ഇവിടെയുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ന്യൂമർ വെച്ചിട്ട്, ഒരു നമ്പർ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെ ക്രമീകരിച്ചത്. അപ്പം രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 7. അപ്പം നിശ്ചയമായിട്ട് രാജ്യം എത്ര വേണ്ടി വരും? 8 പാടില്ല, 7 വരത്തുള്ളൂ. കാരണം ഇതിനകത്ത് മുഴുവൻ ക്രമീകരണങ്ങൾ, രീതികൾ 7. നമ്മൾ വെളിപ്പാട് പുസ്തകം നോക്കിക്കേ. വെളിപ്പാട് പുസ്തകത്തിലും 7 കാഹളം, 7 കലശം, 7 മുദ്ര. ഇതൊക്കെ എന്ത്? 7 മുദ്ര. ദിസ് ഇസ് ഓൾ പെർഫെക്ഷൻ ആണ്. ദൈവത്തിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള, പെർഫെക്റ്റഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിനെയും ദൈവത്തിന്റെ ഇടപാടുകളെ കാണിക്കാനാണ് 7 എന്ന് പറയുന്ന സംഖ്യ. ഇവിടെ മുഴുവൻ നമ്മൾ വായിക്കുന്നത് 7. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ രാജ്യങ്ങൾ യുദ്ധത്തിന് വരുന്നു. ആർക്ക് നേരെ വരുന്നത്? ഇസ്രായേലിന് നേരെ വരികയാണ്. ഇനി ഞാൻ ഫ്യൂച്ചറിസ്റ്റുകാർ പറയുന്നതൊന്നും കൂടുതൽ പറയുന്നില്ല, ഞാൻ അതങ്ങ് വിടുകയാണ്. റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യ, മേശക് എന്ന് പറഞ്ഞാൽ മോസ്കോ, ടുബോൾസ്കോ എന്ന് പറഞ്ഞാൽ സൈബേറിയ, തൂബൽ എന്ന് പറഞ്ഞാൽ സൈബേറിയ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാന്, കൂഷ് എന്ന് പറഞ്ഞാൽ എത്യോപ്യ, പൂട്ട് എന്ന് പറയുന്ന സ്ഥലം ലിബിയയും അൽജീരിയയുമാണ്. ഗോമർ എന്ന് പറഞ്ഞാൽ ടർക്കിയൊക്കെ ഇപ്പൊ ഈയിടയ്ക്ക് മാറ്റി. ഈ ഇടയ്ക്ക് ടർക്കിക്ക് പകരം അത് ടർക്കിക്ക് പകരം ഇപ്പൊ അത് ഉക്രൈനാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആരൊക്കെ ചെയ്തിട്ടുണ്ട്. ബെയ്ത്ത് തൊഗർമ എന്ന് പറയുന്നത് ഏതാ? സോവിയറ്റ് യൂണിയന്റെ അലീസ് രാജ്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളാണ് നമ്മുടെ പൊതുലോകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ട്രൂത്ത്, ഇത് വാസ്തവത്തില് ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ മോഡേൺ വേൾഡ് വാർ. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഏൻഷ്യന്റ് വേൾഡ് വാർ അഗൻസ്റ്റ് ദ ജ്യൂ, യഹൂദന്മാരോട് മാത്രമുള്ള. അതായത് രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ എസെക്കിയേല് പേർഷ്യ എന്നൊരു പദമുണ്ട്, പാർസികൾ. അത് സൂചിപ്പിക്കുമ്പോൾ അതിനകത്ത് ആ സൂചനയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എസെക്കിയേൽ തന്റെ ജനത്തോട് പറയാ, നിങ്ങളെ ബാബിലോണിൽ നിന്ന് ദൈവം മടക്കി കൊണ്ടുപോകും. ബാബിലോണിൽ നിന്ന് നിങ്ങൾ മടക്കി കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ സ്വൈര്യമായി താമസിക്കും. സ്വൈര്യമായി താമസിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ. നിങ്ങളെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നത്തെ ആധുനിക ലോകത്തെ ഇസ്രായേല് സ്വൈര്യമായിട്ടാണോ താമസിക്കുന്നത്? ഇതെങ്കിലും നമ്മുടെ ഈ ഉപദേശിമാരുടെ മനസ്സിലൊന്ന് വന്നാൽ മതിയായി. സ്വൈര്യമായിട്ടാണോ താമസിക്കുന്നത്? അവരുടെ രാജ്യത്തിന്റെ 4 ഭാഗത്തും അയൺഡോം വെച്ചിരിക്കുക. അയൺഡോം വെച്ച് ഈ തീവ്രവാദികൾ അയക്കുന്ന ഓരോ മിസൈലുകളെ വഴിയിൽ വെച്ച് തന്നെ ട്രാക്ക് ചെയ്ത് നശിപ്പിച്ച്, അങ്ങനെ അവർ സമാധാനത്തിലല്ല. ഞാനത് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് കേട്ടത് വായിച്ചത് ഇങ്ങനെയാണ്. ഒരു ഹമാസിന് ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ 20,000 രൂപ ചെലവാകത്തുള്ളൂ. ആ 20,000 രൂപയുടെ റോക്കറ്റ് നശിപ്പിക്കാൻ അയൺഡോമിൽ ഇടുന്ന, ആ സ്ട്രൈക്ക് ചെയ്യുന്ന ആ മിസൈലിന് 1 കോടി രൂപയാവും. $50 ലക്ഷം. നമുക്ക് മനസ്സിലാവുന്നു? 50 ലക്ഷം, 80 ലക്ഷം രൂപ, ഏകദേശം $50,000. സോറി, 1 കോടി രൂപയ്ക്ക് അടുത്ത് വരും. 1 കോടി എന്ന് പറഞ്ഞാൽ $50,000. ഒരെണ്ണത്തെ നശിപ്പിക്കാൻ 2 എണ്ണം പുറപ്പെടണം. അപ്പൊ നോക്കിക്കോണം, ഓതാമെന്ന് പറഞ്ഞ 1 കോടി, 1 crore rupees. സമാധാനത്തിലാ ഉറങ്ങുന്നേ? സ്വസ്ഥമായിട്ട് താമസിക്കുക, സൗകര്യമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ട്. അവർ 1948 മുതൽ അവർ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. അവര് സമാധാനമായിട്ട് ഉറങ്ങുന്നെങ്കിൽ അവരുടെ അയൺഡോം അവരെ പരിപാലിക്കുക. പക്ഷെ ഇസ്രായേലിനെ പരിപാലിച്ചത്
ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ നാളത്തെ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്തു എന്നൊരു വലിയ ട്രൂത്ത് ഉണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ ഞാൻ പറയും. അപ്പൊ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ടാണ് സെക്കറിയ പ്രവാചകനോട് പറഞ്ഞത്, നിങ്ങളെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ നിങ്ങളുടെ നടുവിൽ മഹത്വമായിരിക്കും. ഈ ജനതയെക്കുറിച്ച്, ബാബിലോണിൽ നിന്ന് വന്ന ജനത്തെക്കുറിച്ച്. അപ്പം ദൈവം തീമതിലായിരിക്കുന്ന, മഹത്വമായിരിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ. പക്ഷെ ഇന്നത്തെ ഇസ്രായേൽ അവരെ പരിപാലിക്കുന്നത് യഹോവയൊന്നുമല്ല. അവരെ പരിപാലിക്കുന്നത് അവർ കണ്ടുപിടിച്ച, അവരുടെ അറിവിൽ അവർ കണ്ടുപിടിച്ച അവരുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ് അവരുടെ സഹായിയായി നിൽക്കുന്നത്. ഇന്ന് യഹോവ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇന്ന് ഇസ്രായേലിന്റെ ദൈവം എന്നൊന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ഇസ്രായേലേ ഉള്ളൂ. ഇന്ന് ദൈവത്തിന്റെ ഇസ്രായേലിന്റെ ദൈവം എന്നൊരു പേര് എന്റെ ദൈവത്തിന് ഇന്നില്ല. ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവം സകലത്തിനും മാറ്റം വരുത്തി തന്റെ പുത്രനിലൂടെ. ഇന്നും നമ്മൾ അതിലേക്ക് പോവുക. ഞാൻ പറഞ്ഞല്ലോ, സയോണിസ്റ്റ് മൂവ്മെന്റ്സ്, അത് ഇസ്ലാമിക മൂന്ന് ഗ്രൂപ്പ് ഉണ്ട്. ക്രിസ്ത്യൻ സയോണിസ്റ്റ് മൂവ്മെന്റ്, ജൂയിഷ് ഉണ്ട്, തൽമൂദിക് സയോണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദികൾ. ഇത് 3 പേരുടെയും ഹോപ്പ് ക്രൈസ്റ്റ് വരുമെന്ന്. 3 പേരുടെയും ഹോപ്പ് ക്രൈസ്റ്റ് വന്ന് അവസാനം ഒരാൾ വന്നിട്ട് നാട് പിടിക്കുക. 3 പേരും പറയുന്നത് ഭയങ്കര യുദ്ധം ഉണ്ടാകാൻ പോകും. സോ വിശുദ്ധ തിരുവെഴുത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കൂട്ടമാണ്. സോ ഇസക്കേൽ പറയുകയാണ്, ഈ സാമ്രാജ്യം കഴിഞ്ഞ് അടുത്തൊരു സാമ്രാജ്യം വരുമ്പോൾ, അതുകൊണ്ടാ പേർഷ്യൻസ്, പാർസികൾ എന്നൊരു വാക്ക്, നിങ്ങൾക്ക് യുദ്ധം ഉണ്ടാകും. സമാധാനമായി നിങ്ങൾ ഇരിക്കുമ്പോൾ ആ സമാധാനമായി ഇരിക്കുന്ന നിങ്ങളുടെ, ഞാൻ ആ വാക്യം വായിക്കാൻ പോവാം, നോക്കി. ഇനി അടുത്തൊരു വാക്ക്, നീ 7-ാമത്തെ വാക്യത്തിൽ, 38-ന്റെ 7-ാം വാക്യം, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ, നീ അവർക്ക് മേധാവിയായിരിക്ക. ഇസ് എ ലീഡറാണ്, ഒരാളുടെ നേതൃത്വത്തിലാണ്. ഇതൊക്കെ ആളുകൾ പഠിപ്പിക്കുന്ന അറിയാമോ? ആന്റി ക്രൈസ്റ്റ് ആണെന്നാ പഠിപ്പിക്കുന്നത്. എന്റെ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം പഠിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റ് എന്നൊരു വാക്ക് വെളിപ്പാട് പുസ്തകത്തിലില്ല, ദാനിയേൽ പ്രവചനത്തിലില്ല. ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന വാക്ക് ആകെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1 യോഹന്നാന്റെ ലേഖനത്തിലാണ്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തു യോഹന്നാന്റെ സഭയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും പുറപ്പെട്ടു പോയവരാണ്, ലോകം ഭരിക്കുന്നവരല്ല. ആന്റി ക്രൈസ്റ്റ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഏതൊരാത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്. ആ വ്യക്തികൾ ആരാണ് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവര്? ഗ്രീക്ക് ഗ്നോസ്റ്റിക് വാദികൾ. ഗ്രീക്ക് ഗ്നോസ്റ്റിസിസത്തിന്റെ ഭാഗമാണ്. അതായത് യവനന്മാരുടെ തത്വജ്ഞാനത്തിൽ പറയുന്നത് ദൈവത്തിന് മനുഷ്യനായിട്ട് വരാൻ പറ്റൂല, ദൈവത്തിന് ഒരു മെറ്റീരിയൽ ആകാൻ പറ്റില്ല. ദൈവത്തിന് ഒരു മെറ്റീരിയൽ ആകാൻ പറ്റത്തില്ല, പിന്നെന്ത് ചെയ്യും? ദൈവം സ്പിരിറ്റ് ആണ്, അബ്സ്ട്രാക്റ്റ് ആണ്, നോട്ട് കോൺക്രീറ്റ്. ഈവിളാണ്. ഈ കാണുന്ന മെറ്റീരിയൽ എല്ലാം ഈവിളാണ്. അപ്പൊ ദൈവത്തിന് മെറ്റീരിയൽ വരാൻ പറ്റത്തില്ല. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിച്ച കൂട്ടത്തെ ബൈബിൾ വിളിക്കുന്ന പേരാണ് അന്തിക്രിസ്തു, അല്ലെ എതിർ ക്രിസ്തു. പക്ഷെ ഇത് എവിടുന്ന് ഈ കഥ കൊണ്ടുവന്നു? ഒരാൾ ലോകം ഭരിക്കാൻ പോകുന്നു. ഈ 216 230 രാജ്യങ്ങൾക്കകത്ത് ഓരോരുത്തർ തലകുത്തി നിന്നിട്ട് ഇത് ഭരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരാൾ ഭരിക്കാൻ പോകുന്നു, അത് സാത്താൻ തന്നെ കൊണ്ടുവരും, ലൂസിഫർ തന്നെ കൊണ്ടുവരും. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പ്രസംഗിച്ചത് കേട്ടു, അത് നിശ്ചയമായിട്ടും ഏലിയനായിരിക്കുന്നു, ഏതോ അന്യഗ്രഹ ജീവികൾ വന്ന് നമ്മളെ ഭരിക്കാൻ പോവാന്ന്. ഇറ്റ്സ് വെരി ബാഡ്. Aliens are not aliens. Why you are worrying about it? Jesus Christ is the Lord of Lord. He is the God of God. എല്ലാ ദേവന്മാരുടെ ദൈവമാണ്, എല്ലാ കർത്താക്കന്മാരുടെ കർത്താവാണ്. He is on the throne. അവൻ സിംഹാസനത്തിലാണ്. ഇതാ ദൈവമക്കളുടെ വിശ്വാസം. അതാ ഉറപ്പ്. ആ ഉറപ്പാ നമുക്ക് വേണ്ടത്. എന്റെ ദൈവം സിംഹാസനത്തിലാണെന്നുള്ള ഉറപ്പ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കി, 8-ാം വാക്യം വയ്ക്കാം. ഈ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിൽ ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും.
നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ അനേക നാടുകളിൽ നിന്ന് ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതാ ഒരു കൂട്ടത്തെ കൊണ്ട് എങ്ങോട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ വരും. എപ്പോ വരും? ഏറിയ നാൾ കഴിഞ്ഞിട്ട്. ഇതേ ഈ വാക്യം പറഞ്ഞ് ഏറിയ നാൾ കഴിഞ്ഞിട്ടെന്ന് ശ്രദ്ധിക്കണേ. ഇതേ വാക്യം പോലും മറ്റൊരു വാക്യം 16-ാമത്തെ ഭാഗത്തുണ്ട്. വടക്കേ ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്കൽ വിശദീകരിക്കുമ്പോൾ. ഇവിടെ ഒരു വാക്കുണ്ട്, അന്ത്യകാലം. നമുക്കറിയാലോ, അന്ത്യകാലം എന്ന് കേട്ടാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. What is the meaning of these words? എന്താണ് ഇവിടുത്തെ അന്ത്യകാലം എന്തെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ നോക്കാം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇൻ ദ ലേറ്റർ ഡേയ്സ്. ഇൻ ദ ലേറ്റർ ഡേയ്സ് അന്ത്യകാലം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ഇൻ ദ ലേറ്റർ ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ മെനി ഡേയ്സ്. ഞാൻ ഇതിന്റെ ഹീബ്രു ഓൾഡ് ടെസ്റ്റമെന്റ് ഹീബ്രു ലെക്സിക്കൺ എന്റെ കയ്യിലുണ്ട്. ഞാനത് റെഫർ ചെയ്താണ് ആ ഭാഗം. ആഫ്റ്റർ മെനി ഡേയ്സ് അങ്ങനെ കൊടുത്തു. അന്ത്യകാലം എന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഉടനെ വരുന്നത് ഇവിടെ നമ്മുടെ അന്ത്യകാലം ഇങ്ങനെ കിടക്കും അങ്ങാണ്ട് ഭൂമി ഫ്യൂച്ചറിൽ സംഭവം. ഈ വേർഡിൽ നിന്നാണ് ഇത് അന്ത്യകാലമായിട്ട് കൊണ്ടുവന്നത്. അതായത് ഈ വാക്കെടുത്തിട്ടാണ് ഇത് അന്ത്യകാലമാണെന്ന് ആളുകൾ പറയും. എന്നാൽ ഈ വാക്കിന്റെ അർത്ഥം എന്താ? അന്ത്യകാലം ഇവിടെ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അല്ലെങ്കിൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് 8-ാം വാക്യത്തിലും അന്ത്യകാലത്തെന്ന് 16-ാം വാക്യത്തിലും പറയുന്നു. ഞാൻ പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകും. കാരണം ഈ ജനതയുടെ എല്ലാം അന്ത്യകാലം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് അന്ത്യകാലം ഇല്ലാത്തത് കൊണ്ട് മനസമാധാനത്തോടെ നമ്മുടെ അന്ത്യത്തിലേക്ക് നമ്മൾ പോകും. അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് ഞാൻ സംസാരിച്ച് പറഞ്ഞു, നിങ്ങളൊക്കെ ഭാഗ്യശാലികളാണ്. ഞാൻ പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് പേടിക്കണ്ട, യേശു വരുമെന്ന് പേടിക്കണ്ട, നിങ്ങൾക്ക് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തിന്റെ മോനെ, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ സ്വസ്ഥത ഇല്ലാതെ എങ്ങനെ ജീവിക്കും? തലേ ബോംബ് വീഴുമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും? ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാം, നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെന്നവരാ. ലിബർട്ടിയാണ്, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ആരോട് പറയാം, സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അങ്ങ് ഇരിക്കുക. പക്ഷെ പെട്ടെന്ന് പോകാൻ താല്പര്യമില്ല. They don't like it. Okay, later days, അന്ത്യകാലം. അപ്പൊ ഇവിടെ അന്ത്യകാലം എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഗോഗ് മഗോഗ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് എന്നാണ് ഹീബ്രു ഇവിടെ കൊടുക്കുന്നത്. ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞ നത്തിങ് മോർ ദാൻ എ ഫ്യൂച്ചർ ഡേയ്സ്, ഭാവിയിൽ എന്നാണ്. ലേറ്റർ ടൈം എന്ന് പറയുന്നു. ജെ തോംസൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഒരു ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത് ഇൻ ദ ലേറ്റർ ഡേയ്സ്. അദ്ദേഹം പറഞ്ഞു ഒരുപാട്, the phrase in the later days need not be interpreted eschatologically but merely in the sense of in the future. അതാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ. അതായത് ഈ ലേറ്റർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഭാവികാല ശാസ്ത്രവുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട. ആ വചനം ആർക്ക് എഴുതിയ എസെക്കിയേലിന്റെ പ്രവചനം ഇസ്രായേലിന് എഴുതി കൊടുക്കുമ്പോൾ ആ പ്രവചനം കേട്ട് വായിച്ച ആളുകളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ വരാനുള്ള കമ്മിങ് ഡേയ്സിൽ സംഭവിക്കാനുള്ള കാര്യമാണെന്ന് പറയുകയാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ ഭാഗത്തിൽ ലേറ്റർ ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. ലേറ്റർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആഫ്റ്റർ ദ ഡേ ഓഫ് ഡെത്ത് ഓഫ് ഡാനിയൽ എന്ന്, വരാനുള്ള കാലം. ഈ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 49-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. 49:1. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാവി കാലം എന്ന് ലേറ്റർ ഡേയ്സ്. ലേറ്റർ ഡേയ്സ്. അപ്പം ലേറ്റർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 12 പുത്രന്മാരെ വിളിച്ചിട്ട് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളതല്ല. പിടികിട്ടി ഞാൻ പറയുന്നത്? അപ്പം ലേറ്റർ ഡേയ്സ്, ആഫ്റ്റർ മെനി ഡേയ്സ് എന്ന അർത്ഥത്തിലാണ് എസെക്കിയേൽ 38 ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം, നിങ്ങൾ ജോസഫ് ഇങ്ങോട്ട് വാ,
ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളി, അത് അന്ത്യകാലത്ത് ഏതോ അവസാന കാലത്ത് നിറവേറാനുള്ളത്, ആ ആളിന്റെ ഫ്യൂച്ചറിൽ നിറവേറാനുള്ളത്. അപ്പം ഈ ഇത് വായിച്ച ജനതയുടെ ഫ്യൂച്ചറിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. അതുപോലെ ആവർത്തന പുസ്തകം റെഫറൻസ് നോട്ട് ചെയ്തു, 31:29 വാക്യം. ആവർത്തന പുസ്തകം 31:29 വാക്യം. അവിടെ മോസസ് ഇസ്രായേലിന്റെ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 29 വാക്യം. 30 എന്റെ മരണശേഷം എന്ന് പറഞ്ഞാൽ ലേറ്റർ ഡേയ്സ്, എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ട് മാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അപ്പൊ ഈ ഭാവി കാലം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ, ലേറ്റർ ഡേയ്സ്. അപ്പൊ ഇത് അന്ത്യകാലം, ഏതോ ലാസ്റ്റ് മൊമെന്റ് അല്ല. ഞാൻ മരിച്ച ശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും. വഷളത്വം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ഭാവി, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ എസെക്കിയേലിന്റെ പ്രവചനം പറഞ്ഞിരിക്കുന്ന ഏറിയ നാൾ കഴിഞ്ഞിട്ട് അന്ത്യകാലത്ത് എന്നുള്ള പദങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്നും ആ പദങ്ങൾക്ക് ഇങ്ങനെ ഭൂമിയുടെ അവസാന കാലം എന്നൊരു അർത്ഥമില്ലെന്നും മറിച്ച് അത് വായിച്ച ജനതയുടെ ഫ്യൂച്ചർ എന്നാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ 49:1 31 ഡ്യൂട്രോണമി 31:29 വാക്യവും വായിച്ചതിന്റെ സാരം ആ കേൾക്കുന്ന ജനത്തിന്റെ ഫ്യൂച്ചർ. പക്ഷെ ബൈബിളിൽ പലയിടത്ത് അന്ത്യകാലം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ദൈവജ്ഞാനത്തോടുകൂടെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണം. അതുപോലെ ഞാൻ ഒരു വാക്യം വായിക്കും. ഈ സദൃശ്യവാക്യം എടുത്തേ, 31 അധ്യായത്തിന്റെ 25 വാക്യം. 31:25 വാക്യം. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, മലയാളത്തിൽ എഴുതിയേക്കുന്നത് ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഷീ സ്മൈൽ അറ്റ് ലാസ്റ്റ് ഡേയ്സ് എന്നാണ്. ഷീ സ്മൈൽ അറ്റ് ലാസ്റ്റ് ഡേയ്സ്. വാട്ട് ഇസ് ദ മീനിങ്? മലയാളത്തിൽ എഴുതിയേക്കുന്നത് ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു. ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് ഹി സ്മൈൽ അറ്റ് ലാസ്റ്റ് ഡേയ്സ്. അപ്പൊ അന്ത്യകാലത്ത് ചിരിക്കുന്നതാണ്. അങ്ങനല്ല, അവളുടെ ഭാവിയിൽ, അവളുടെ മുൻപോട്ടുള്ള യാത്രയിൽ അവൾ ചിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വാക്യങ്ങളെല്ലാം എടുത്തത്, ഒന്നിൽ കൂടുതൽ വാക്യം എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഫോളോയിങ് ഡേയ്സ്, കമ്മിങ് ഡേയ്സ്, ദ കമ്മിങ് ഫ്യൂച്ചർ, നിങ്ങൾക്കിത് സംഭവിക്കുന്നത് പറഞ്ഞ് മനസ്സിലായോ? ഈ വേർഡിലെ ഈ അന്ത്യകാലം എന്ന 38:16 അന്ത്യകാലം എന്ന ഒറ്റ വാക്കിൽ നിന്നാണ് നമ്മുടെ ആളുകൾ വലിയൊരു തിയറി ഉണ്ടാക്കി ഇത് ഗോഗ് മഗോഗ് യുദ്ധം ഭാവിയിൽ സംഭവിക്കാൻ പോകും. വേറൊരു രസകരമായ കാര്യം പറയാം. നിങ്ങൾ ബൈബിൾ വെളിപ്പാട് ദിവസം, ഞാൻ കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പാട് ദിവസം 20:6 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. എന്തിനത് പറഞ്ഞു ചോദിച്ചാൽ, ഇതൊരു ഇമേജറി, അതായത് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നിന്നുള്ളൊരു ഇമേജറി എടുത്ത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിക്കുക. കാരണം എന്താണോ എസെക്കിയേലിന്റെ കാലത്ത് സംഭവിച്ചത് അതിന്റെ അതേ രീതിയിലാണ് വെളിപ്പാടിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഗോഗ് മഹായുദ്ധം 3-ാം ലോക മഹായുദ്ധമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആളുകളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് നടക്കേണ്ടത്. വിരോധാഭാസം കണ്ടോ? അപ്പൊ അവരോട് പറയും അത് തുടക്കത്തിലും ഒരു വാറുണ്ട്, 1000 ആണ്ട് കഴിഞ്ഞാലും ഒരു വാറുണ്ടെന്ന് പറയും. മില്ലേനിയം കഴിഞ്ഞു 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അഴിച്ചു വിട്ടു. അവൻ ഭൂലോകത്തൊക്കെയും ചുറ്റി നടന്നിട്ട് ആളുകളെ കൂട്ടി വിശുദ്ധ നഗരത്തിന് വരുന്നു. ഗോഗ് മഗോഗ് എന്ന് പറയുന്ന യുദ്ധം അത് 1000 ആണ്ടിന് ശേഷം നടക്കേണ്ടതാ. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതോ അപ്പൊ പറയുന്നത് എന്തോ, റാപ്ചറിന് മുമ്പ് നടക്കും, 1000 ആണ്ടിന് ശേഷം. അപ്പൊ ഇത് എത്ര പ്രാവശ്യം ഇത് നടക്കണം? നല്ലതൊരു 100 പ്രാവശ്യം നടന്നാലും കുഴപ്പമില്ല, തിന്മ ഒരു പ്രാവശ്യം നടന്നാൽ മതി. പക്ഷെ തിന്മയും വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്നത് നമ്മുടെ ചില ആളുകളുടെ നിർബന്ധ ബുദ്ധിയാണ്. ഓക്കെ, ലേറ്റർ ഡേയ്സ് എന്ന വിഷയത്തെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
ലാസ്റ്റ് ഡേയ്സ്, ലേറ്റർ ഡേ, കമ്മിങ് ഫ്യൂച്ചർ എന്നൊരു അർത്ഥത്തിൽ മാത്രമാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, ഈ അതിൽ പ്രധാനമായി വേറൊരു കാര്യം 38 അധ്യായത്തിലേക്ക് അതിന്റെ 9 വാക്യം, നീയും രാജ്യത്തേക്ക് വരും, നിരന്തരമായി ശൂന്യമായി കിടക്കുന്ന ഇസ്രായേൽ പർവ്വതനെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ആരാ? ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് ഇസ്രായേലിന്റെ പർവ്വതങ്ങളില് നിർഭയമായി വസിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ കൊണ്ടുവരും. dwelling securely. ഞാനത് നേരത്തെ പറഞ്ഞത് ഒരു ഭയമില്ലാതെ താമസം. കാരണം എന്തെന്നറിയാമോ? ഇതെപ്പോഴാണ് തിരിച്ചു വന്നത് ഈ വരവ്? എസ്ര, നെഹേമിയാവ് അവരുടെ കാലഘട്ടത്തിൽ, എസ്തറിന്റെ കാലഘട്ടം. ബാബിലോണില് ഇരുന്ന ജനം, ബാബിലോണിൽ ഇരുന്ന ജനത്തിന്റെ, അതായത് നമ്മൾക്കറിയാം ദാനിയേലിന്റെ പ്രവചനത്തില് മേത്യാപേർഷ്യ വന്നവരെ ഒരു രാത്രി കൊണ്ട് ബാബിലോണിനെ കൈവശപ്പെടും. ദാര്യാവേശ് എന്ന് പറഞ്ഞ രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. ദാര്യാവേശ് യഹൂദ ജനത്തെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് അയക്കുന്നു. ഇവര് ഇഷ്ടംപോലെ സമ്പത്തും കൊണ്ടാണ് പോയത്, ധാരാളം സമ്പത്ത് കൊണ്ടാണ് പോയതെന്ന് നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. അപ്പൊ ഈ എസ്രായുടെ നേതൃത്വത്തിൽ, നെഹെമിയാവിന്റെ നേതൃത്വത്തിൽ സ്വദേശത്തേക്ക് ഇവർ വന്ന് സമാധാനമായിട്ട് പാർക്കുന്ന കാലം. ആ കാലത്ത് ഈ ഗോഗ് എന്ന് പറയുന്ന പ്രിൻസ് ഓഫ് ഗോഗിനെ ഒരു വലിയ കൂട്ടവുമായി ജനത്തിന് നേരെ അയക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണേ, ഈ ഗോഗ് മഗോഗ് എന്ന യുദ്ധം ഇവിടെ അമ്പേ പരാജയപ്പെടും. ഇവരുടെ മുഴുവൻ ഫ്യൂച്ചറിസ്റ്റിക് വ്യാപവും പരാജയപ്പെടുന്നത് ഈ 8-ാമത്തെ വാക്യത്തിലാണ്. നിർഭയമായി വസിക്കുന്ന സമയം. ഇന്ന് ഇസ്രായേൽ നിർഭയമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഗാസയിലോട്ട് നോക്കുമ്പോൾ അവിടെ പ്രശ്നം, മുകളിലോട്ട് നോക്കിയാൽ ലെബനോനി പ്രശ്നം, ഇപ്പുറത്ത് സിറിയ നോക്കി അവിടെ പ്രശ്നം, സിറിയക്ക് അപ്പുറത്ത് ഇറാൻകാരൻ എപ്പോഴും ഇവനെ തുടച്ചു മാറ്റുമെന്ന് പറയും. വെസ്റ്റ് ബാങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഉപദ്രവിക്കാം. സോ എല്ലായിടത്തും പ്രശ്നം മാത്രമുള്ളൊരു കൂട്ടം. എവിടെ നിർഭയം? അങ്ങനൊന്നില്ല ഇവിടെ. ജനത ഭയന്നിരിക്കുക. ഇപ്പൊ അവർക്ക് ഭയമില്ലെന്നല്ല, അവർ അയൺഡോമിന്റെ കപ്പാസിറ്റിയിൽ ജീവിക്കുക. അപ്പം ഫ്യൂച്ചർ സംഭവിക്കുമെങ്കിൽ ഇവിടുത്തെ പ്രധാന വാക്ക് അവർക്ക് വലിയ പ്രോബ്ലമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾക്ക് വലിയ പ്രോബ്ലം. നമുക്ക് എസ്രയുടെ പുസ്തകം വായിച്ചാൽ അതിനകത്ത് കുറച്ച് കാര്യം മനസ്സിലാക്കും. ഞാനിത് ഹിസ്റ്റോറിക്കൽ സാധനമായതുകൊണ്ട് ആത്മീകമായ കാര്യമായിട്ട് പറഞ്ഞു പോകാനൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ഹിസ്റ്ററിയാണ്. എസ്രയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 70-ാമത്തെ വാക്യം നോക്കി. എസ്രയുടെ പുസ്തകം 2:70. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദേവാലയദാസന്മാരും താന്താനങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാവരും പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രായേലിലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ, എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിൽ സ്വൈര്യമായി പാർക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരൂശലേമിൽ വന്നുകൂടി. സോ ദി പീപ്പിൾ വെയർ dwelling സേഫ്ലി, സേഫായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലം. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 73-ാം വാക്യം, 11-ന്റെ 3-ാം വാക്യം, 7-ന്റെ 73 പറയുന്നത്, അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയ ദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. മനസ്സിലായ? എസെക്കിയേൽ പ്രവചനം 38-ന്റെ 8-ാം വാക്യത്തിൽ സ്വൈര്യമായി പാർക്കുന്ന സമയം. 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യം, നെഹെമ്യാവിന്റെ പുസ്തകം 11-ന്റെ 3-ാം വാക്യം നോക്കി, യെരൂശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു. യഹൂദ നഗരങ്ങളിൽ ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരും മക്കൾ ഓരോരുത്തർ താന്ത പട്ടണങ്ങളിൽ അവകാശങ്ങളിലും പാർത്തു. The people were dwelling in their own land, their own city. അവരുടെ അവകാശ ഭൂമിയിൽ താമസിക്കുന്നത്. Because the Persian king delivered them. അവരെ സ്വതന്ത്രമാക്കി, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അത് മാത്രമല്ല, പേർഷ്യൻ സാമ്രാജ്യം രംഗത്ത് വന്നപ്പോൾ അസീറിയ, അതായത് ഈ ജനതയ്ക്ക് ഇത് സംഭവിക്കുന്നതിന് ഏകദേശം 136 വർഷങ്ങൾക്ക് മുമ്പ് 10 ഗോത്രങ്ങളെ അസീറിയ കൊണ്ടുപോയിരുന്നു. ആ അസീറിയയിലെ രാജാവും പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ഇപ്പോൾ ഒന്നായതുകൊണ്ട് ഒരേ
ഭരണത്തിന്റെ കീഴിലായതുകൊണ്ട് യഹൂദ ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്കും അശൂരിന്റെ കയ്യിൽ നിന്നും ഫേവർ ലഭിച്ചു. നമുക്കത് യെസ്രായുടെ പുസ്തകം 6:22 വാക്യം വായിച്ചാൽ മനസ്സിലാവും. നോക്കിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം സമാധാനമാണ്, ഒരിടത്തും വഴക്കില്ല. യഹോവ അവരെ സന്തോഷിപ്പിച്ച് ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്യുക കൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. ഇസ്രായേൽ ഗ്രഹം, അത് അശൂർ രാജാവ് ഏതാ? ഇസ്രായേൽ ഗ്രഹത്തെ കൊണ്ടുപോയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന നിങ്ങൾക്ക്? പേർഷ്യൻ സാമ്രാജ്യം മൊത്തം ഇപ്പം 127 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് ഭരിക്കുക, രാജ്യങ്ങൾ. അശൂറും ഇപ്പൊ പേർഷ്യയുടെ കീഴിലായി. പേർഷ്യൻ രാജാവിന് യഹൂദനോടുള്ള ഫേവർ കാരണം അശൂറിനും ഫേവറായി. അങ്ങനെ നിന്നേ പറ്റത്തും. അപ്പം ജനത സ്വൈര്യമായി പാർക്കുന്ന, സന്തോഷമായി പാർക്കുന്ന, സമാധാനത്തിൽ പാർക്കുന്ന കാലത്തുണ്ടാകുന്ന യുദ്ധമാണ് ഗോഗ്-മഗോഗ് യുദ്ധം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, മനസ്സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയായി പറയും. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. 14 വാക്യത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എസെക്കിയേൽ 38:14 വാക്യം നോക്കി. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ. അപ്പം കണ്ടീഷൻ മനസ്സിലായി ഞാൻ പറയുന്നത്? കണ്ടീഷൻസ് കൃത്യമായി പല സ്ഥലങ്ങളിൽ പറഞ്ഞു. സ്വൈര്യമായി പാർക്കുന്ന സമയത്ത്, നിർഭയമായി വസിക്കുന്ന കാലത്ത് സമാധാനം, ഏറ്റവും വലിയ സമാധാനമായിരുന്നു. കാരണം അന്നത്തെ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന അഹശ്വേരോശ് രാജാവിന്റെ പത്നി ബെന്യാമീൻ ഗോത്രക്കാരിയായ ഒരു സഹോദരിയാണ്. യഹൂദ ജനതയുടെ സ്വന്തക്കാരി, ഒരു യഹൂദ സ്ത്രീ സാമ്രാജ്യത്തിന്റെ അധിപനായ അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. എനിക്ക് തോന്നുന്നു യഹൂദജനം ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ച കാലം, സമ്പത്ത് അനുഭവിച്ച കാലം. നഷ്ടപ്പെട്ടത് മൊത്തം നമുക്കറിയാം. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവുണ്ടല്ലോ, ഇവർ വരുമ്പോൾ ധാരാളം നന്മകളോടെ അവർ വന്നത്, ആറച്ച സമ്പത്തും കൊണ്ടാണ് അവർ വന്നത്. അതായത് ബാബിലോണിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ ബൾക്ക് ദൈവാലയം പണിയാനുള്ള ബഹുസമ്പത്തുണ്ട്. അപ്പൊ ഈ സമ്പത്ത് മോഹിച്ചിട്ടാണ് ഹാമാൻ എന്ന് പറയുന്ന ഗോഗ് പടക്കോട്ടുമായിട്ട് വന്നേക്കുന്നത്, കൊള്ളയടിക്കാനായിട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി 1-2 കാര്യം മാത്രം പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. ഏകദേശം നിങ്ങൾക്ക് ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. നിർഭയമായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഇവർ വരുന്നത് എന്തിനു വേണ്ടിയാ നോക്കി? പടക്കൂട്ടമായിട്ടെല്ലാം കൂടെ വരുന്നു. 13 വാക്യം. ശേബയും ദേദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസംഘങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും കൊള്ളയിടുവാനോ നീ വന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇസ്രായേല് ഈ റഷ്യ എന്തിനാ വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എം.എ. വർഗീസിന്റെ അങ്കിളിന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയോ ട്രില്യൺ ഡോളറിന്റെ, ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ 1026 18 പൂജ്യം ഇടണം ഒന്നിന്, അത്രയും ഡോളറിന്റെ സമ്പത്ത്, മിനറൽസ് ചാവുകടലിലുണ്ടെന്ന്. പക്ഷെ ഇവിടെ നോക്കിയാൽ മതി, ചാവുകടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോകാൻ വരുന്നല്ല എഴുതിയേക്കുന്നത്. നോക്കി, വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ഇവരെന്തിനാ വരുന്നേ? കന്നുകാലികളെ കൊണ്ടുപോകണം. ഇതിനെല്ലാം വ്യാഖ്യാനമുണ്ട്. പൊന്ന് വെള്ളി, പൊന്നും വെള്ളി എല്ലാം നേരെ ചാവുകടലിൽ കിടക്കും. ചാവുകടലിൽ വന്നിട്ട് വെള്ളം കോരിക്കൊണ്ടുപോവോ? കൊള്ളയടിക്കാൻ വരിക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ആധുനിക ലോകത്ത് ഏതെങ്കിലും രാജ്യം കൊള്ളയടിക്കുന്ന യുദ്ധം നടക്കും? നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ദാണ്ടെ ഗാസ മുനമ്പിലോട്ട് പോയി കൊള്ളയടിക്കാൻ പോയാ അവിടെ യുദ്ധം എന്തിനാ നടക്കുന്നത്? അവര് ബാങ്ക് വരെ അങ്ങ് കത്തിക്കുക. അല്ലാതെ ബാങ്കിനകത്തെ കാശെല്ലാം അടിച്ചു മാറ്റിട്ട് കത്തിക്കല്ല. ബാങ്കുകള്, ഗോൾഡ്, എല്ലാം, ജുവലറികള്, എന്തൊക്കെയുണ്ടോ എല്ലാം കത്തിച്ചളയും.
അവിടെ ഗോൾഡ് എടുക്കാനാണ് അവർ പോകുന്നത്. ആധുനിക ലോകത്ത് ഒരു യുദ്ധവും കൊള്ളയടിക്കാനല്ല. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ ഉപദേശിമാര് റഷ്യയെ കൊണ്ടുവന്ന് ചാവുകടലിലെ വെള്ളം കോരി കൊണ്ടുപോകും, വിടും, നിർബന്ധമായിട്ട് വിടും. പിന്നെ കന്നാലിയും കൊണ്ടുപോകും, അവിടെയുള്ള മുഴുവൻ പശുക്കളെയും പിടിച്ചോണ്ടു. ഇനി പശു എന്തുവെന്ന് എനിക്കറിയത്തില്ല. പുതിയ ലോകത്ത് പശുവിന്റെ മോഡേൺ വേർഷൻ എന്ന് എനിക്കറിയത്തില്ല. പൊന്നുവെള്ളി എന്നാലും അന്ന് ഇന്നെല്ലാം ഉണ്ട്. കന്നുകാലി. അപ്പൊ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് കന്നുകാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓയിലാണ്. ഓയിൽ. നിങ്ങൾക്കറിയാം യഹൂദൻ ഒരിക്കലും ഒരു യഹൂദന്റെ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: വി ഹേറ്റ് മോസസ്. മോശയോട് ഞങ്ങൾ ദേഷ്യമാണ്. എന്തെന്ന് ചോദിച്ചാ, ഇത്രയും ഓയിൽ നിറഞ്ഞ നാടുകൾ കിടന്നിട്ട് ഒരു തുള്ളി ഓയിലില്ലാത്ത ഈ മരുഭൂമിയിൽ മോശ ഞങ്ങളെ കൊണ്ടുവന്ന് എന്തിനാന്ന് പറയും. ഇതേ മനസ്സിലായോ? ഇതിന്റെ ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളും ഇഷ്ടത്തിന് എണ്ണയുണ്ട്. അവിടെ എങ്ങും കൊണ്ടുപോകാതെ ഒരു ഉണക്കഭൂമിയിൽ എന്തിനാ മോശ ഞങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് മോശയോട് ഞങ്ങൾക്ക് വെറുപ്പാണെന്ന് പറയുന്ന യഹൂദന്മാർ. ഒരു തുള്ളി ഓയിൽ അവിടെ നിന്ന്. അപ്പൊ ഓയിൽ എടുക്കാൻ വന്നതാണോ? അല്ല. വെള്ളം കോരാൻ വന്നതാണ്. കന്നാലിയെ കൊണ്ടുവന്നു. എന്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. വൈ ദേ കെയിം ദേർ? അക്ഷരാർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ കാരണം. അതായത് യെരുശലേം ദേവാലയം പണിയാൻ ദാര്യാവേശ് രാജാവിന്റെ അഹശ്വേരോശ് രാജാവ്, പേർഷ്യൻ രാജാവ്, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. എല്ലാ ഇഷ്ടത്തിന് സമ്പത്ത് കൊടുത്തു. പൊന്നും വെള്ളി എല്ലാം കൂടെ വാരിക്കെട്ടി അവർ പോയത്. ദേവാലയത്തിലെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി. അത് ഇവർ കൊണ്ടുവന്ന എല്ലാം. അതാണ് നമ്മൾ എസ്രയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പൊ ഇത് ആർക്കറിയാം? ഹാമാൻ അറിയാം. അത് കൊള്ളയിടാനാ പോയത്. അല്ലാതെ അവിടുത്തെ പെട്രോൾ എടുക്കാൻ പോകും. പെട്രോൾ എടുക്കാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താ? റഷ്യക്ക്. Can you imagine that? ഒരു രാജ്യത്തോട്ട് പോയി കൊള്ളയടിക്കാൻ വേണ്ടി ഇപ്പൊ പോകുന്ന? No, that was an old ancient war. പണ്ടങ്ങനെ ആയിരുന്നു കൊള്ളയടിക്കാൻ വേണ്ടി. അപ്പം ഗോഗ് മഗോഗ് ഏതാണ്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. എവിടെയൊക്കെയോ കുറെയൊക്കെ മനസ്സിലായി. കുറച്ച് പേടിയെങ്കിലും മാറിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാന് ഒരു പദം ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് 38-ന്റെ 11-ാമത്തെ വാക്യം. ഇത് നാളെ മാത്രമേ നമ്മൾ വിശദീകരിക്കത്തുള്ളൂ. 11-ാം വാക്യം. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലത്ത് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിന് ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും. ഈ പ്രവചനമൊക്കെ ഇനി നിവർത്തിയാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിലുള്ള 750 കിലോമീറ്റർ ഉള്ള ഭയങ്കര മതിൽ, 10-25 അടി ഹൈറ്റുള്ള മതില് മൊത്തം പൊളിക്കണം. ഗാസ സ്ട്രിപ്പിലുള്ള മുഴുവൻ ഫെൻസും പോകണം. ഇന്ന് ഇസ്രായേൽ താമസിക്കുന്നത് ഫെൻസിന്റെയും മതിലുള്ള പട്ടണത്തിനകത്താ. ഇന്ന് മതിലിന് പകരം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുണ്ട്? അയൺ ഡോം ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് മതിലില്ലാത്ത പട്ടണം, മതിൽ ഇല്ലാത്ത പട്ടണം. ഇസ്രായേലില് ചുറ്റുപാടും മതിലാണ്. വെസ്റ്റ് ബാങ്ക് മൊത്തം മതിൽക്കെട്ടിനകത്താം. ഗാസ മൊത്തം മതിൽക്കെട്ടിനകത്താം. മതിലുള്ള പട്ടണം അത്. മതില് കെട്ടിപ്പൊക്കി ജനം താമസിക്കുന്ന സ്ഥലം. എന്തിനാ മതില് കെട്ടിയ? ഭയം. മതിലില്ലാതെ നിർഭയമായിരിക്കുന്നവരുടെ നേരെ ചെല്ലുമെന്നാണ് ഇവിടെ വാക്യം. ദാറ്റ് മീൻസ് ദിസ് വാർ ഈസ് നോട്ട് അബൌട്ട് ഫ്യൂച്ചർ വാർ. I'll continue from this point tomorrow. കാരണം ഇവിടെ വെച്ച് നമ്മൾ ഇനി നേരെ പോകുന്നത് റെവലേഷൻ സ്റ്റഡി ആയിരിക്കും. ഇത് ഗോഗ് മഹോ ആണെങ്കിലും അതിനകത്തൊരു ഭയങ്കര റെവലേഷൻ സ്റ്റഡി ഉണ്ട്. എസ്തേറിന്റെ പേര് എന്തുകൊണ്ടാണ് മാറ്റിയത്? എസ്തേർ എന്ന ആളിനെ കുറിച്ച് എന്താ വേദപുസ്തകത്തിലെ പ്രവചനം? എസ്തേർ എത്രത്തോളം പ്രാധാന്യം, പുറപ്പാട് പുസ്തകത്തിന് എന്ത് പ്രാധാന്യമുണ്ടോ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് എസ്തേറിന്റെ പുസ്തകം.
ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ നമുക്ക് തുടരാം. ഞാൻ പറഞ്ഞത് ഒരു വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഗോഗ് മഗോഗ് എന്ന് പറയുന്ന ഈ യുദ്ധം ഇസ്രായേലിന് സ്വൈര്യമായിരുന്ന സമയത്ത്, മതിലില്ലായിരുന്ന സ്ഥലത്ത്, സമ്പത്ത് മൊത്തവും സമ്പാദിച്ചു വന്ന സമയത്ത്, എല്ലാം കൊണ്ടുവന്ന് അവിടുന്ന് ദേശത്ത് നിന്ന് മടങ്ങി വന്ന സമയത്ത് കൊള്ളയിടുവാൻ വന്ന ഹാമാൻ എന്ന് പറയുന്ന ആഗാഗ്യനായ, ഗോഗ്യനായ, മാഗോഗ് ദേശക്കാരനായ അമാല്യക്കൻ തലമുറകളെ, ആ അമാല്യക്കിന് തലമുറയായ യുദ്ധമുണ്ട്. അമാല്യക്കിന്റെ അന്തം നാശം എന്ന് പറഞ്ഞ് അവന് നേരെ വിധി കൽപ്പിച്ച മഹാദൈവം കീശിന്റെ മകനായ ഷൗലിന് ചെയ്യാൻ പറ്റാത്തത് കീശിന്റെ മകനായ മോർദെക്കായി എന്ന് പറയുന്ന ബെന്യാമീൻ ഗോത്രക്കാരനെ കൊണ്ട് സാധിപ്പിച്ചെടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തൻ, അവൻ അസാധ്യമായിട്ട്. ഇത് ഓരോന്ന് വായിക്കുമ്പോൾ ഹൗ ഇറ്റ് ഫുൾഫിൽഡ്, എങ്ങനെ ഇത് ദൈവം ചെയ്തതെന്നറിഞ്ഞ് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല നമ്മുടെ കർത്താവ്, വിശ്വസ്തനാണ്. അവന്റെ വചനം ഓരോ ദിവസവും ഉറപ്പിക്കപ്പെടട്ടെ. ഗ്രഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ആമേൻ.